ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുക്കുന്ന വചനം പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. നമ്മൾ ഒരു പുതുവർഷത്തിൻ്റെ തുടക്കത്തിലാണ്. പുതിയത് നമുക്കെപ്പോഴും ഇഷ്ടമാണ്. പുതിയ വസ്ത്രം ധരിക്കുക, പുതിയ ഭക്ഷണം കഴിക്കുക, പുതിയ ആളുകളെ പരിചയപ്പെടുക, പുതിയ സ്ഥലങ്ങൾ കാണുക ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു പുതിയ വർഷം നമുക്ക് വേണ്ടി തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കൂടെ ഇല്ല. നമ്മെ അനുവദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു സന്തോഷത്തിൻ്റെ അവസരമാണ്. ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് ഈ പുതുവർഷത്തിലെ വചനം ചിന്തിച്ച് ധ്യാനിച്ച് ഈ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ തന്നെ ഒരുക്കുമ്പം നമുക്ക് നല്ല പ്രചോദകമാകുന്ന ഒരു വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വചനം. ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യത്തെ എത്തിപ്പിടിക്കാൻ ഓടുകയാണ്. എൻ്റെ പിൻപിലുള്ളവയെ മറന്ന് മുന്നിലുള്ള ലക്ഷ്യത്തെ എത്തിപ്പിടിക്കാൻ ഞാൻ ഓടുകയാണ്. ഈ ലക്ഷ്യം ആര് എന്ന് ചോദിച്ചാൽ അതറിയാതെ എൻ്റെ ഓട്ടം അല്ലെങ്കിൽ വിഫലമാവും, വഴിമാറിപ്പോവും. എൻ്റെ ലക്ഷ്യം നിത്യമായ രക്ഷയാണ്. എൻ്റെ ലക്ഷ്യം നിത്യമായ രക്ഷയെ പ്രദാനം ചെയ്യുന്ന രക്ഷകനാണ്. ഈ രക്ഷ എനിക്കെങ്ങനെ സ്വന്തമാക്കാൻ കഴിയും? അതാവണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്വേഷണം, എൻ്റെ ആത്മീയതയുടെ മുഖ്യമായ കാതൽ ഈ ചിന്തയാവണം. ഈ രക്ഷ സ്വന്തമാക്കാൻ എനിക്കെങ്ങനെ കഴിയും? എന്നെ ശ്രമിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും കുടുംബ ജീവിതത്തിലായിരിക്കുന്നവരാണ്. ഈ രക്ഷ എനിക്ക് മാത്രം പോരാ, എൻ്റെ കുടുംബത്തെ എങ്ങനെ രക്ഷയിലേക്ക് എനിക്ക് ആനയിക്കാൻ കഴിയും? 2 ദൗത്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഈ രക്ഷയെ അനുഭവിക്കാൻ കഴിയുക, എൻ്റെ കുടുംബത്തെ രക്ഷയിലേക്ക് ആനയിക്കാൻ എനിക്ക് സാധിക്കുക. അതിന് നമ്മെ സഹായിക്കുന്നൊരു വചനഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 തുടങ്ങുന്ന തിരുവചനങ്ങൾ. ഒരു കുടുംബത്തിലുണ്ടായൊരു അനുഭവമാണ്. സക്കൈ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന 2 പ്രത്യേകതകൾ. അങ്ങേര് ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് പറയേണ്ട കാര്യമില്ല. ചുങ്കക്കാരിൽ പ്രധാനനാണെങ്കിൽ ധനികനാകുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഇന്ന് നമ്മൾ ഇൻകം ടാക്സ് കമ്മീഷണറെയോ സെയിൽ ടാക്സ് കമ്മീഷണറെയോ എക്സൈസ് കമ്മീഷണറെയോ കാണുന്ന പോലെയൊന്നും അല്ല അന്ന് ചുങ്കം പിരിക്കുന്നവരെ സമൂഹം കണ്ടിരുന്നത് സമുദായ ദ്രോഹികളായിട്ടാണ്. എന്തുകൊണ്ടാണ്? ചുങ്കം പിരിക്കുന്നത് തെറ്റായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. യേശുതമ്പുരാൻ ചുങ്കം പിരിക്കുന്നതിന് തെറ്റുന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനാണ് പറഞ്ഞത്. ഒരിക്കലേ പത്രോസ് തലവരി, അത് പേഴ്സണൽ ടാക്സാണ്, പേഴ്സണൽ ടാക്സ്, തലവരി കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. എന്നാ പറഞ്ഞത്? കൈപ്പൈസയൊന്നുമില്ല, നീ വെച്ച് കൊണ്ടേയിടെ, ആദ്യം കിട്ടുന്ന മീൻ്റെ വാവ് തുറന്ന് നോക്ക്, അതിൽ നാണയം കാണും, അതെനിക്കും നിനക്കും വേണ്ടി കൊടുക്ക് എന്നാ പറഞ്ഞത്. ചുങ്കം കൊടുക്കുന്നത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചുങ്കം പിരിക്കുന്നവരെ സമുദായ ദ്രോഹികളായിട്ട് കണക്കാക്കാൻ കാരണം അന്നത്തെ ചുങ്ക നിരക്ക് ആർക്കും വഹിക്കാനാവാത്തതായിരുന്നു. അതിലപ്പുറം ഇവർ പിരിക്കുന്നത് സ്വന്തം ആളുകളുടെ കയ്യിൽ നിന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരന്യ സർക്കാരിന് വേണ്ടിയിട്ടാണ്, റോമാക്കാർക്ക് വേണ്ടിയിട്ടാണ് ആളുകളുടെ ഇത് പിരിക്കുന്നത്. അതുകൊണ്ട് സമുദായ ദ്രോഹികളായിട്ട് കണ്ടിരുന്നത്. അതിലുപരി ഈ അന്യായമായ അമിതമായ ചുങ്കഭാരം കൊണ്ട് ജീവിതം വഴിമുട്ടി നിന്ന ഏറെ ആളുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. നല്ല ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളുടെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളുള്ളിടത്ത് വീണു, ചിലത് പാറയുള്ളിടത്ത് വീണു, ചുരുക്കം ചിലത് നല്ല നിലത്ത് വീണു. അത് 30, 60, 100 മേനി ഫലങ്ങൾ നൽകി. ഇതുവരിക്കലൊരു സിസ്റ്റർ വേദോപദേശ ക്ലാസ്സിൽ കൊച്ചുങ്ങളെ പഠിപ്പിച്ചപ്പം ഒരു ബിരുദം പയ്യൻ ഏറ്റു എന്ന് ചോദിച്ചു, സിസ്റ്ററെ ഇതാരുടെ കുഴപ്പമാണ്? ഈ വിതച്ചവന് കാണാൻ മേലാഞ്ഞോ? ഇത് വഴിയാണ്, അവിടെ മുള്ളാണ്, ഇവിടെ പാറയാണ്, അവിടെയും ഇവിടെയും കൊണ്ട് വിത്തിട്ടേച്ച് കിടന്ന് കൂവിയിട്ട് കാര്യമുണ്ടോ? കൊച്ചു പറഞ്ഞതിനകത്ത് ശകലം കാര്യമില്ലേ?
ഉണ്ട്. നമുക്ക് തന്നിട്ടില്ല ഈ സംശയം. വഴിയിലേക്ക് വിത്തിട്ട കാക്ക കൊണ്ടുപോകും എന്നുള്ളത് അറിയാവുന്ന കാര്യമല്ലേ. കോഴി കൊത്തിക്കൊണ്ട് പോകുമല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഈ അമിതമായ ചുങ്കഭാരം കൊണ്ട് സ്വന്തമായ കൃഷിയിടം നഷ്ടപ്പെട്ട ഏറെ ആളുകൾ നിലവിലുണ്ടായിരുന്നു. യേശുതമ്പുരാൻ ജീവിച്ചിരുന്ന കാലത്തെ സിവിൽ ഹിസ്റ്ററി എഴുതിയിരിക്കുന്ന ആളാണ് ജോസെഫസ് ഫ്ലാവിയൂസ്. അദ്ദേഹം പറയുന്നു, ദ റേറ്റ് ഓഫ് ടാക്സേഷൻ, നികുതി നിരക്ക് ഫ്രം 40 to 50%, 40 മുതൽ 50% വരെ. അതായത് സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ഇറക്കി വിളവെടുത്താൽ ഏതാണ്ട് നേർ പകുതി വരെ നികുതിയായിട്ട് കൊടുക്കേണ്ടിയിരുന്ന വ്യവസ്ഥ. കൊടുത്തില്ലെങ്കിലോ ഈ കൃഷിയിടം ജപ്തി ചെയ്തുകൊണ്ട് പോവും. അങ്ങനെ ഏറെ ആളുകൾ ഭൂരഹിതരായി. കൃഷി ഇറക്കിയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകും. ഇനി അവർ കണ്ടൊരു നീക്കുപോക്ക്, നോ മെൻസ് ലാൻഡ് ഉണ്ട്, നികുതി കൊടുക്കേണ്ടാത്ത സ്ഥലങ്ങൾ. അത് ഈ വഴികരിക്കൊക്കെയാണ്. നമ്മൾ കണ്ടില്ല ഈ വഴികരി താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ, ഒരു വാഴ, 2 കപ്പ, ഒരു ചേനയൊക്കെ നടും. കിട്ടുന്നതാകട്ടെന്നോർത്താണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെ അന്ന് നികുതി കൊടുക്കേണ്ടാത്ത ഇടങ്ങളിൽ കുത്തിയും കിളച്ചും ഒക്കെ കൃഷി ഇറക്കുന്ന ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിലോ തള്ളുഭൂമികളുണ്ട്, ബാരൻ ലാൻഡാണ്, കൃഷി ഭൂമിയല്ല, മുള്ളും പാറയൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ കിട്ടുന്നതാകട്ടെന്നോർത്ത് വിതയ്ക്കുന്ന പതിവ്. അങ്ങനെ വ്യാഖ്യാനം ഇതിനുണ്ട്. പിന്നെ ഉണ്ടല്ലോ കടക്കിണികൾ. ഒരു ജോലിക്കാരൻ യജമാനോട് പണം കടം മേടിച്ചു, തിരിച്ചു കൊടുക്കാൻ നീക്കുപോക്കില്ല. പോട്ടെ, ക്ഷമിച്ചു. അവൻ പുറത്തിറങ്ങിയപ്പം അല്പം മാത്രം മേടിച്ച ഒരു സഹവൃത്തിനെ കണ്ടപ്പോൾ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് വെക്കടാ കാശ് എന്ന് പറഞ്ഞു. പറഞ്ഞ യജമാനൻ ഇവനെ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറയുന്ന കഥയുണ്ട്. യേശുദമ്പുരാൻ പറഞ്ഞ കഥയാണ്. വേറൊരിക്കൽ പറഞ്ഞില്ലേ, ഒരു യജമാനൻ പുറത്തിറങ്ങിയപ്പം 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ഈ പെരുമ്പാവൂര് ഭായിമാർ നിൽക്കുന്ന പോലെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് നിൽക്കുന്ന ഏറെ പേര്. തൊഴിലില്ലായ്മ, പട്ടിണി, കടക്കിണി, ജയിൽവാസം ഇതൊക്കെ പതിവ് കാഴ്ച. മൂല കാരണം അമിതമായ ചുങ്കഭാരം. അതുകൊണ്ടാണ് ഈ ചുങ്കം പിരിക്കുന്നവരെ സമുദായ ദ്രോഹികളായിട്ട് കണക്കാക്കാനും കൊടും പാപികളായിട്ട് കണക്കാക്കാനും ഈശോയുടെ വാക്കുകളുണ്ടല്ലോ. യഹൂദന്മാരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഹീനമായ മ്ലേച്ഛമായ ജോലി ചെയ്യുന്നവരുടെ ഗണത്തിലാണ് ഇവരെ കൂട്ടിയിരുന്നത്. പക്ഷെ സക്കൈക്ക് ഇതൊരു പ്രശ്നമല്ല. അയക്കറിയാം, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാപ്പണം നീക്കിക്കൊള്ളും. പിന്നെ 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 കാശുണ്ടാക്കി. ഇവിടെ പണം വർദ്ധിക്കും തോറും മനസ്സിൻ്റെ സ്വസ്ഥത ഇടിഞ്ഞു, ഒന്നുമില്ലാതായി. അങ്ങനെ അയാൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നുപോയി. ഇതാരോടെങ്കിലും പങ്കുവെച്ച് കാണും, ബോധമുള്ള ആരെങ്കിലും ഉപദേശിച്ച് കാണും. ഞാനീ പൈസയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാവോ, യേശു എന്നൊരു പ്രവാചകൻ ഇതിലെ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒന്ന് കണ്ടാൽ മതി, കണ്ണിന് ഉത്സവമാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടാൽ മതി, അതിന് കുളിർമയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാൽ മതി, മനസ്സിന് സ്വസ്ഥതയാണ്. ഇത് കേട്ടപ്പം ഇവൻ ആരെന്ന് കാണാൻ സക്കൈ അതിയായി ആഗ്രഹിച്ചു എന്ന് സുവിശേഷം എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഗ്രഹവും കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടുന്നു, പൊടിപടലങ്ങൾ ഉയരുന്നു, ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നു. ഇതെന്നാന്നറിയാൻ ഇങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടു, ഈ പറഞ്ഞ പ്രവാചകൻ വഴിയെ കടന്നു വരുവാണ്. ആളുകൾ ഓടിക്കൂടുവാണ്. അന്തര്, ഉടന്തര്, ചെകിടര് ഒക്കെ എഴഞ്ഞും തുഴഞ്ഞും ആയിട്ട് നീങ്ങുന്നു. കുഷ്ഠരോഗികൾ ദൂരേന്ന് വിളിച്ചു പോകുന്നു, യേശുവേ കനിയണേ എന്ന്. ചേച്ചിമാര്, അമ്മച്ചിമാർ കൊച്ചുങ്ങളുടെ തലയെ കൈവെക്കാനായിട്ട് ഇടയ്ക്കൂടെ ഓടിക്കേറുന്നു. ഇത് കണ്ടപ്പോൾ അങ്ങേർക്ക് മനസ്സിലായി, നല്ല തക്ക അവസരമാണ്, ഇത് തന്നെയാണ് പറ്റിയ അവസരം, കാണാമല്ലോ എന്നോർത്തു. പക്ഷേ ഈ ആൾക്കൂട്ടം അടുത്തടുത്തടുത്തോട്ട് വന്നപ്പം ഇങ്ങേരുടെ മുഖം മങ്ങി. അങ്ങനെ തിരിച്ചറിഞ്ഞു കാഴ്ച നടക്കുകയില്ല. കാരണം യേശുദമ്പുരാൻ്റെ വട്ടം കൂടിയിരുന്ന ആളുകളെല്ലാം നല്ല ഉയരമുള്ളവരാണ്. സക്കൈ എന്നെപ്പോലെ ഒരു മുണ്ടനായിരുന്നു. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഈ മുണ്ടനായി എനിക്ക് കാണാൻ പറ്റുകയില്ല എന്ന് അങ്ങേർക്ക് മനസ്സിലായി. അങ്ങേരെ ഓർത്ത് കാണും. ഈ കടയിൽ ചെന്നൊരു ഒരു കസേരയോ മേശ പുറത്തോട് വലിച്ചിട്ടേച്ച് അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുവാണെങ്കിൽ ചൊവ്വേ കാണാമല്ലോ. ഒരു സക്കൈ മഹാ ബുദ്ധിമാനാണ്. അങ്ങേര് മണ്ടത്തരത്തിന് പോയില്ല. അങ്ങേർക്കറിയാം ഈ കടന്നു വരുന്ന ആൾക്കൂട്ടത്തിനകത്ത് ഇങ്ങനെ കണ്ണിന് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഈ പഴയ വൈരാഗ്യം പൊങ്ങി വരുന്ന എപ്പോഴാണ്? ആൾക്കൂട്ടം കൂടുമ്പോഴാണ്. പണ്ട് ഓർക്കുന്നത് പെരുന്നാളിന് കുത്തുണ്ടാവുമായിരുന്നല്ലോ. എന്തിനാ കുത്തിയെന്ന് അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് ഒരു ചീത്ത പറഞ്ഞതിൻ്റെ പേരില്ല ഒരു കൊല്ലം ഭാഗത്ത് വെച്ച് ആൾക്കൂട്ടം കൂടുമ്പോൾ പഴയ വൈരാഗ്യം പൊങ്ങി വരും. ഈ പോകുന്ന പോക്കിൽ കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും ഒരു തട്ട് വെച്ച് കൊടുത്താൽ ഈ കസേരയും മേശ ഇട്ടപ്പോൾ താഴോട്ട് പോവും,
ആകെപ്പാട് രംഗം വഷളാകും. അത് വേണ്ടാൻ തീരുമാനിച്ചു. പിന്നെ എന്നാ വഴി? അപ്പോഴങ്ങേരെ ഓർത്തത്, ഈ പോകുന്ന വഴിക്കൊരു മരമുണ്ട്, നല്ല പുഷ്ടിയുള്ള മരമാണ്, ഇലയുള്ള മരമാണ്, ഒരു കാട്ടത്തിമരം, സിക്കമൂർ മരം. അങ്ങനെ ഓടി ഒരു പ്രകാരത്തിൽ മരങ്ങേറ്റം തീരെ വശമില്ല എങ്കിലും നെഞ്ചൊരച്ച് ഈ മരത്തെ കയറി. എന്നിട്ട് തക്കം നോക്കി ഒരു കപടയ്ക്കലെ ആനപ്പുറത്തിരിക്കുന്ന 2 വശത്തും കാലും ഒക്കെ ഇട്ട് ഇലക്കിടയ്ക്ക് സൗകര്യമായിട്ട് ഒളിച്ചിരിക്കുക, വേറെ കമ്പയെ പിടിച്ചോണ്ട്. നമ്മുടെ കൂട്ട് കാലാവസ്ഥയുള്ള നാടാന്നോർത്തോണേ വഴിയിൽ നിൽക്കുന്ന മരമാണ്. ഇങ്ങനെ കുലുക്കി പിടിച്ച് കയറിയ തക്കത്തിന് നീറും കൂട് മുഴുവൻ പൊട്ടിക്കാണും. കയ്യേക്കൊണ്ട് നീറ് കയറി കുടഞ്ഞ് കളഞ്ഞ് കാലേക്കൊണ്ട് നിറഞ്ഞ് ഈ കയറിയ കയറ്റത്തിൽ ധൃതിയിട്ട് കയറിയോട് താറ് പാച്ചാൻ മറന്നുപോയി. ആവശ്യമില്ലാത്ത പലയിടത്തും കയറി നീറ് കടിച്ച് കാണും. എന്നാലും വേണ്ടിക്കല കണ്ടാലേ ഇറങ്ങുമെന്നോർത്ത് ഇങ്ങനെ ഇലക്കിടയ്ക്ക് ഒളിച്ച് നോക്കിയിരിക്കുക. ദൂരോട്ട് നോക്കി. ഈശോ ആണെങ്കിൽ കരയുന്നവരുടെ കണ്ണുനീരൊപ്പി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് പതുക്കെ 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 നടന്നു വരുവാണ്. അടുത്തടുത്തടുത്തടുത്തോട്ട് വരുന്തോറും സഖ്യയുടെ കൊണ്ട് പുടപെടാന്ന് പിടയ്ക്കാൻ തുടങ്ങി. അടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത് വന്നു ഈ മരത്തിൻ്റെ ചോട്ടി വന്നപ്പം യേശു തമ്പുരാൻ അവിടെ നിന്നു. സഖ്യ ഞെട്ടി. ഓടെ തമ്പുരാനെ, ഇന്ന് വൈകുന്നവരെ ഇങ്ങനെ ഇവിടെ എങ്ങാനും നിന്നേക്കാന്ന് വിചാരിച്ചു പോയാ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഇറങ്ങാൻ പറ്റുകയെന്ന് മാത്രമല്ല, നാളെ പത്രത്തിൽ കാണുന്ന പ്രധാന വാർത്ത, നീറുകടി കൊണ്ട് മരിച്ച ആദ്യത്തെ ചുങ്കക്കാരൻ സഖ്യയിന്ന. എന്നാ സംഭവിക്കാൻ പോകുന്ന ഓർത്തുകൊണ്ടിരിക്കുമ്പം യേശു തമ്പുരാൻ കരുണാർദ്രമായ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി സഖ്യ കീഴോട്ട് നോക്കി. യേശു മുകളിലോട്ട് നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം മുകളിലോട്ട് നോക്കി. ഇതാര്? ഇതിൽ കേമൻ സക്കൈ നനഞ്ഞ കാക്കക്കുഞ്ഞു പോലെ നീറുകടിയും കൊണ്ട് മുകളിൽ കയറിയിരിക്കും. ആൾക്കാർ പൂന്നെല്ലാം കൂവി കാണും. ആൾക്കാർ പറഞ്ഞു കാണും. റിച്ചിയോത്തി എന്ന ഗ്രന്ഥകാരനാണ് റിച്ചിയോത്തി. അങ്ങനത്തെ പ്രസിദ്ധമായിട്ട് ഗ്രന്ഥമാണ് ദ ഹിസ്റ്റോറിക്കൽ ജീസസ്, ചരിത്ര പുരുഷനായ ക്രിസ്തു. ആ പുസ്തകത്തിനകത്ത് ഈ ഗ്രന്ഥകാരൻ മനോഹരമായിട്ട് ഈ ഭാഗത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ആൾക്കാർ പറഞ്ഞു കാണും, നമുക്കിനി എറിഞ്ഞ് താഴെ ഇറക്കാം. യേശു തമ്പുരാൻ അതിൻ്റെ ചെവി കൊടുത്തില്ല. അല്ലേ പറഞ്ഞു കാണും, ഞങ്ങൾ കരിയിലെയും ചുള്ളിയെല്ലാം അങ്ങോട്ട് വാരിക്കൊണ്ടിരാം, തീയിട്ട് പുകച്ച് വില ഇറക്കാം. അതിനും ചെവി കൊടുത്തില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിമിഷം നോക്കി നിൽക്കുവാണ്. എന്നെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. വെള്ളറി വെളുത്ത് വിറച്ച് ഇരിക്കുന്ന സക്കൈ, യേശു തമ്പുരാൻ സക്കൈ ഇറങ്ങി വാ. അങ്ങേര് തിടുക്കത്തിൽ ഇറങ്ങി വന്നെന്ന് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ, എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുകയില്ല. 2 സാധ്യതയാണ്. ഒന്നുകിൽ പൊത്തോന്ന് ഇങ്ങനെ താഴോട്ട് ചാടിയിട്ടുണ്ട്, അല്ലെങ്കിലോ നമുക്കൊക്കെ പരിചിതമാണല്ലോ, പണ്ട് നമ്മുടെ വീട്ടിൽ ഈ ചമ്പം പാക്ക് കച്ചവടക്കാർ വരികയില്ലാഞ്ഞോ, പാക്ക് പറിക്കാൻ. പച്ചപ്പാക്കിന് ഈ ചേട്ടൻ തന്നെ കയറി പറിച്ചോളൂല്ലോ. ഈ ചേട്ടൻ കമുകെ കയറുന്ന ഓർക്കുന്നുണ്ടോ? കാലത്തിലായിപ്പോഴും ഒരു വള്ളി ഇട്ട് കെട്ടി ഒരു 8 ചാട്ടത്തിന് ഏത് കൊന്ന കമുകിൻ്റെ മണ്ട ചെല്ലും. ഈ അടയ്ക്ക പറിച്ചേച്ച് ഈ ചേട്ടൻ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഒച്ച കേൾക്കാൻ ഊർന്ന് താഴെ വരും. ഒന്നെങ്കിൽ സക്കൈ പൊത്തോന്ന് താഴോട്ട് ചാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പാക്ക് പറിക്കുന്ന ചേട്ടനെ പോലെ നൂർന്ന് താഴെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാൻ പാടില്ല. വാ പൊളിച്ച് കണ്ണു മിഴിച്ച് യേശു തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. ഈശോയ്ക്കും ചിരി വന്ന് കാണും. തോളെ തട്ടി, വാ ഞാൻ നിൻ്റെ വീട്ടിൽ പോരുക. അയ്യോ, ഒരു നോക്ക് കാണാൻ മാത്രം ആഗ്രഹിച്ച വീട്ടിൽ പോരുവാ. എല്ലാം മറന്നു. യേശു തമ്പുരാൻ്റെ കൈ പിടിച്ച് നടക്കുന്ന സക്കേവൂസ് വലിയൊരു ജനാവലി പുറകെ എന്നെ സംഭവിക്കുന്നറിയാൻ അവരടക്കം പറഞ്ഞു. അയ്യേ, ഇപ്പം പ്രവാചകനാണെങ്കിൽ ആരുടെ കയ്യിലെ പിടിച്ചെന്ന് അറിയല്ലേ, കൊടും പാവിയാണ്, ദുഷ്ടൻ, വൃത്തികെട്ടവൻ. ഈ വർത്തമാനം യേശുവും കേട്ടു, സക്കയും കേട്ടു. അവർ പിന്മാറിയില്ല. നടന്ന് സക്കയുടെ വീട്ടിലെത്തി. മുറ്റത്ത് കയറി പോർച്ചിലോട്ട് കാലി വെക്കാൻ തുടങ്ങിയപ്പം സക്കയെ യേശു തമ്പുരാൻ വട്ടം കയറി പിടിച്ചു. യേശുവേ, കയറരുത്, നീ കയറാൻ പറ്റിയ സ്ഥലമല്ല. അന്യായമായിട്ട് വഞ്ചിച്ചെടുത്ത് ഒത്തിരിയേറെ സ്വത്തുക്കൾ ഇവിടെ കുവിഞ്ഞു കൂടിയിട്ടുണ്ട്. ഞാൻ ശുദ്ധി കലശം വരുത്താം. എൻ്റെ സ്വത്തിൻ്റെ പകുതി ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തേക്കാം. മറ്റേ പകുതിയോ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാം. അങ്ങയുടെ പകുതി 2 പോയപ്പോൾ അങ്ങേരെ പട്ടപൂജ്യമായി. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, സക്കൈ മിടുക്ക, നീ രക്ഷ പ്രാപിച്ചെന്നാണ് പറഞ്ഞേ. എന്നെ പറഞ്ഞത്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുവാണ്. സക്കൈ ഒരാള് യേശു തമ്പുരാനെ മുഖാമുഖം കണ്ടപ്പം, രക്ഷയിലേക്ക് കടന്നു വന്നപ്പം
അവൻ്റെ കുടുംബം മുഴുവൻ, അവൻ്റെ മാതാപിതാക്കള്, ജീവിത പങ്കാളി, മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, വേലക്കാര്, ജോലിക്കാരെല്ലാം രക്ഷയിലേക്ക് കടന്ന അത്ഭുതത്തിൻ്റെ ചരിത്രമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 തുടങ്ങുന്ന വചനങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ സ്നേഹമുള്ളവരെ, എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, നിങ്ങൾ ഒറ്റ ഒരാൾക്ക്, അത് ഭാര്യയാകാം, ഭർത്താവാകാം, അപ്പനാകാം, അമ്മയാകാം, മക്കളാകാം, മരുമക്കളാകാം, ആരുമാകാം, നിങ്ങൾ ഒരാൾക്ക് യേശു തമ്പുരാനെ മുഖാമുഖം കാണാൻ കഴിഞ്ഞാൽ ഇന്ന് ഇതേ വചനവും പേറി ഭവനങ്ങളിലേക്ക് പോകാം. നീയല്ല, നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുവാണ്. നമ്മുടെ ഭവനങ്ങളിലേക്ക് രക്ഷകനെ സംവഹിക്കേണ്ടതിൻ്റെ അത്യാസന്നത അനുഭവപ്പെടുന്ന കാലത്തിലും സംസ്കാരത്തിലുമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കുടുംബങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കേണ്ടി വരുന്നില്ലേ? മദ്യം വാങ്ങാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അപ്പനെ കുത്തിക്കൊന്നെന്ന്, മയക്കുമരുന്ന് വാങ്ങാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മയെ വെട്ടിക്കൊന്നെന്ന്, വെല്ലോൻ്റെയും കൂടെ പോകാനായിട്ട് മക്കളെ വിഷം കൊടുത്തു കൊന്നെന്ന്. എവിടെ കേട്ടിട്ടുണ്ട് ഈ വാർത്തകൾ? ഇന്ന് പലപ്പോഴും പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ അടുക്കൽ നമ്മൾ ഈ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നു. ഇത് നൽകുന്ന സൂചന കുടുംബങ്ങളിലേക്ക് രക്ഷകനെ സംവഹിക്കേണ്ടതിൻ്റെ അത്യാസന്നത അനുഭവപ്പെടുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം. ക്രിസ്മസിനോട് ചേർന്ന ദിവസങ്ങളാണിത്. സത്യത്തിൽ ക്രിസ്മസ് എന്താ നമ്മോട് പറയുന്നത്? ദൈവം ഒരു കുടുംബത്തിൽ ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായി മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ഓർമ്മയാണ്. കുടുംബങ്ങളെ വിശദീകരിച്ച ദിനമാണത്. കുടുംബ തിരുനാളാണ് ക്രിസ്മസ്. തമ്പുരാൻ ഒരു കുടുംബത്തിൽ ഒരു മകനായിട്ട് ജനിച്ചു. എത്രയോ വഴികൾ അവിടുത്തെ മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ തിരഞ്ഞെടുത്തത് ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകാനാണ്. തമ്പുരാൻ കുടുംബത്തെ എത്രയോ വിശുദ്ധമായിട്ട് കണക്കാക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇത് സാധ്യമാകാൻ ഞാൻ നിങ്ങളോട് വിവരിച്ച സക്കയുടെ ജീവിത വിവരണത്തിൽ അങ്ങേര് 4 നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഒന്ന്, ആരെന്ന് കാണാൻ സക്കൈ അതിയായി ആഗ്രഹിച്ചു. അതാ തുടക്കം. ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, ഇവനെ പൂർണ്ണമായിട്ട് സക്കൈ അംഗീകരിച്ചു. അതുകൊണ്ടല്ലേ മരത്തെ കയറിയത്? അതുകൊണ്ടും ആയില്ലല്ലോ. സക്കൈ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞപ്പം എന്നും പറഞ്ഞ് ആ കപടക്കിൽ അള്ളി പിടിച്ചിരുന്നായിരുന്നെങ്കിൽ കാണുമായിരുന്നോ രക്ഷ. അവൻ തിടുക്കത്തിൽ ഇറങ്ങി അവനെ അടുത്ത് അനുഗമിച്ചു. ഇവന് വേണ്ടി ആഗ്രഹിച്ചപ്പോഴോ, ഇവനെ അംഗീകരിച്ചപ്പോഴോ, അനുഗമിച്ചപ്പോഴോ യേശു തമ്പുരാൻ പറഞ്ഞില്ല ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. മറിച്ച് അനുദപിച്ച് അവനിലേക്ക് തിരിഞ്ഞപ്പോഴാണ്. നമ്മെ സംബന്ധിച്ചും കുടുംബത്തിലേക്ക് രക്ഷയെ സംഭവിക്കാൻ, രക്ഷ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മുമ്പിലുള്ള 4 പടികൾ ഇവന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ, അവനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ, അവനെ അടുത്ത് അനുഗമിക്കാൻ, അനുദപിച്ച് അനുനിമിഷം അവനിലേക്ക് തിരിയാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ പടി ആഗ്രഹമാണ്. വിശക്കുന്നവനാ ഭക്ഷണം കഴിക്കുന്നത്, ദാഹിക്കുന്നവനാ വെള്ളം കുടിക്കുന്നത്, ആഗ്രഹിക്കുന്നവനാ അന്വേഷിച്ച് പുറപ്പെടുന്നത്. ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് മുമ്പിൽ, നിർബന്ധിക്കുന്ന കുഞ്ഞിന് മുമ്പിൽ വഴങ്ങുന്ന അപ്പനെ പോലെ വഴങ്ങുന്നവനാണ് ദൈവം. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നമുക്കറിയാം, എത്ര കർക്കശക്കാരൻ അപ്പനാണെങ്കിലും ഒരു കുഞ്ഞ് നിർബന്ധിക്കുമ്പം തന്നെ വഴങ്ങിക്കൊടുക്കും. നമ്മുടെ ചെറുപ്പത്തിലെ അനുഭവം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞ് മനസ്സിലാക്കിയത് നമുക്കറിയാം. പണ്ട് നമുക്ക് വർഷത്തിലൊരിക്കൽ നമ്മൾ നടത്തിയിരുന്നൊരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക്. ഈ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോവും. അസംബ്ലിയിൽ അനൗൺസ് ചെയ്യും, തിരുവനന്തപുരത്തിനാണ് പോക്ക്, 25 രൂപയെ മൊത്തം മുടക്കുള്ളൂ. അത് ചോറും കാപ്പിയും ഊണും യാത്ര എല്ലാം തീരും. തിരിച്ചു വരുമ്പോൾ ഇച്ചിരി കാശ് തിരിച്ചും തരും. എന്നാലും വീട്ടിൽ ചെന്ന് പറഞ്ഞ് അനുവാദം മേടിക്കുന്നൊരു ഭയങ്കര പരിപാടിയായിരുന്നു. നമ്മളന്ന് സ്കൂൾ വിടുമ്പം കളിക്കാനൊന്നും നിൽക്കുകയില്ല, വേഗം പുസ്തകം കെട്ടി ഓടി വീട്ടിൽ ചെല്ലും. സാധാരണ അമ്മയെന്നും പറഞ്ഞാൽ വീട്ടിൽ കയറി ചെല്ലുന്നത്. അന്ന് അമ്മയെ നമ്മൾ മൈൻഡ് ചെയ്യല. ചാച്ചാ നമ്മൾ എന്നാടാ ചോദിക്കും. പകുതി ശ്വാസം നേരം പോവും. എന്നാടാ ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിൽ എന്നാ
എക്സ്കർഷൻ, എനിക്ക് കേൾക്കണ്ട, പറയണ്ട, അറിയണ്ട, നീ പോകുന്നില്ല, വെട്ടി. എങ്ങോട്ടാണെന്ന് പോലും ചോദിച്ചില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ അച്ചാച്ചങ്ങാകെ പശുവിനെ അടിക്കും, ചാണകം പാരും, വെള്ളം കോരും, ആരും തീറ്റ പറിക്കും ഒക്കെ ചെയ്യും. സോപ്പും തോർത്തുമായിട്ടാകുമ്പോൾ പുറകെ നടന്ന കുളിക്കല്ലാത്ത നമ്മൾ തന്നെ സോപ്പുമായിട്ട് കയറി കുളിമുറി കയറി കുളിച്ച് 7 മണിക്ക് കാത്തിരിക്കുക സന്ധ്യാപ്രാർത്ഥന. മറ്റത് എവിടെ ചെന്നാണ് പിടിച്ചുകൊണ്ടിരുന്നത്? അന്ന് വളരെ സ്ഫുടമായിട്ട് മുട്ട നിന്ന് സന്ധ്യാപ്രാർത്ഥനയെല്ലാം ചൊല്ലി അതിൻ്റെ അവസാനം സ്തുതി ചെല്ലുന്ന പതിവുണ്ടല്ലോ. സ്തുതി ചെല്ലുമ്പോൾ ഒരു ഉമ്മ കൊടുക്കണം അച്ചാച്ചന്. അന്ന് ബോണസായിട്ട് നമ്മൾ മറ്റേക്കുള്ള ഒരെണ്ണം കൂടെ കൊടുക്കും. 2 ഉമ്മയും കൊടുത്തേച്ച് ഈ കുരിശുവര കഴിയുമ്പോൾ എല്ലാ വീട്ടിലും ചെറിയൊരു സംസാരം ഉണ്ടല്ലോ. അച്ചാച്ചൻ നല്ല മൂടുള്ള സമയമാണ്. ആ തക്കം നോക്കി നമ്മൾ ഒന്നുകൂടെ പതുക്കി അവതരിപ്പിക്കും. ചാച്ചാ ഞങ്ങളുടെ സ്കൂളിൽ നിന്നിടല്ലേ പറഞ്ഞേ പോയി. 2ാമത്തെ അപേക്ഷ നിഷ്കരണം തള്ളും. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടാൻ 3ാമത്തെ തന്ത്രം ഗാന്ധിയൻ മാർഗമാണ്, നിരാഹാര സത്യാഗ്രഹം. ബാക്കിയെല്ലാവരും കഞ്ഞി കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ പോവുകയില്ല, ഒരു കട്ടിലേക്ക് അമന്ന് കിടക്കും. അവിടെ തന്നെ നടക്കുന്നൊക്കെ നമ്മൾ ഏറ് കണ്ടിട്ട് നോക്കും. എല്ലാവർക്കും കഞ്ഞി വിളമ്പേച്ച് പാവം അമ്മ നമ്മൾ നിർബന്ധിക്കാം, എൻ്റെ പൊന്നു മനയിൽ ഏക്കാവോ വരാവോ കഞ്ഞി കുടിക്കാം കിടക്കുക. കുറേ നേരം കഴിയുമ്പോൾ അശ്രീതി വാക്യം കേൾക്കാം. ആർക്കടി കഞ്ഞി വേണ്ടാത്തത് വിശപ്പുള്ളവർ കഴിച്ചോളും, നീ പോയി ഇതിൻ്റെ പണി നോക്ക്. അച്ചാച്ചൻ്റെ ശബ്ദം ഇനി ഏറ്റിൽ ചിലപ്പോൾ കുഴപ്പമാകും. അപ്പോൾ നമ്മൾ പമ്മി ഏറ്റു വന്ന് കഞ്ഞി കുടിക്കാനിരിക്കുമ്പം ബാക്കിയുള്ളവർ നമ്മളെ ആക്കുന്നൊരു നോട്ടം നോക്കുന്നു, ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടുന്നു. നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ കുരിഞ്ഞിരുന്ന് കഞ്ഞി കുടിക്കും. കഞ്ഞി കുഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം പാത ഇടുന്നത് നമ്മളാണ്. അന്ന് പാ വേണ്ടല്ലോ, വായനയും എഴുത്തുമൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കുക. അപ്പം കിടന്നു എന്ന് പറയുന്നവരെ പഠിക്കും. രാവിലെ ഒരു കുടം വെള്ളം തലയൊഴിച്ച് ഏക്കാലത്ത് നമ്മൾ തന്നെ അലാം വെച്ച് കേൾക്കും. പിന്നെയും വായന എഴുത്തുമൊക്കെ ആയിട്ട് ഒരു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊന്നും കൂടെ അച്ചായൻ്റെ മുമ്പിൽ കൂടെ പോയി നോക്കും. രൂക്ഷമായിട്ടിങ്ങനെ നോക്കും, ഒന്നും പറയുകയില്ല. ഉത്തരം അനുകൂലമാണ് പ്രതികൂലമാണെന്ന് അറിയാൻ പാടില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ കുളിച്ച് ഒരുങ്ങി ചോറും പൊതിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പം തുള്ളി ചാടി ഇങ്ങോട്ട് വരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പൈസ കായ്ക്കുന്ന മരമൊന്നും ആരും വെച്ച് പിടിപ്പിച്ചിട്ടില്ല, ഇവിടുത്തെ പശു അപ്പിയിടുന്ന ചാണകം കാശല്ല എന്നൊക്കെ ഡയലോഗ് അടിച്ച് വെച്ച് 10 രൂപ നോട്ട് തരും അഡ്വാൻസ് കൊടുക്കാൻ. വേണ്ടാന്ന് പറഞ്ഞ അപ്പനെ 12 മണിക്കൂറിനകം ആയിക്കോന്നാക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടോ, നിങ്ങളെക്കൊണ്ട് പറ്റിയിട്ടില്ലേ? ഇതൊരു അപ്പൻ്റെ ഭാവവാ. നിർബന്ധിക്കുന്ന കുഞ്ഞിന് മുമ്പിൽ അപ്പൻ വഴങ്ങും. ഞാൻ പള്ളി കുർബാന അർപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ള മനോഹരമായിട്ടൊരു കാഴ്ച, ഈ കുഞ്ഞ് പീക്കിരി പിള്ളേരെ കൊണ്ട് പള്ളി വരുന്ന കാരണന്മാരുണ്ട്. കുഞ്ഞു പിള്ളേർ 1 വയസ്സിൽ താഴെയാണെങ്കിൽ അമ്മയുടെ ഇല്ല, ഇടയ്ക്ക് അതിന് ബിസ്ക്കറ്റ് പാലോ കൊടുത്തോണ്ടിരിക്കണമല്ലോ. 1 വയസ്സ് കഴിയുമ്പോൾ ഇച്ചിരി കനമൊക്കെ വെക്കും, അപ്പൻ്റെ ഇല്ല കൊച്ചിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. കൊച്ചു കൈയൊക്കെ കൂട്ടി പിടിച്ച് അപ്പൻ്റെ ഇലയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അതാ ഞങ്ങൾ കുർബാനയുടെ ആദ്യ ഭാഗം മനുഷ്യ തിരിഞ്ഞുകൊണ്ടാണല്ലോ ചെല്ലുന്നത്. നിങ്ങളുടെ കുർബാന ഇങ്ങോട്ടാണ് തിരിച്ചാൽ അറിയത്തില്ല. നിങ്ങൾക്ക് ഞങ്ങൾക്ക് അച്ഛന്മാർക്കാർ ഗുണമുണ്ട്, താമസിച്ച് എന്നെ കണ്ടുപിടിക്കാം, അങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ മടുക്കും. കൊച്ചിറങ്ങാൻ വേണ്ടി ഇങ്ങനെ ബലം പിടിക്കും. അന്നേരം അപ്പൻ ഈശോ കൊച്ചു പിന്നെ കൈ കൂട്ടി പിടിക്കും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇറക്കി വിട്ടാൽ മൊത്തം നാശമാക്കും. 2 മിനിറ്റ് കൊച്ചു പിന്നെ ഇറങ്ങാൻ വേണ്ടി ബലം പിടിക്കും. അച്ഛൻ ഈശോയേക്കാളും പേടി അച്ഛനെയാണ്. കൊച്ചു പിന്നെ മര്യാദയ്ക്ക് ചെയ്യും. ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഈ സുവിശേഷം പോയി മൂളിപ്പോൾ എടുത്തുകൊണ്ട് വരണം. അത് വായിക്കാൻ വേണ്ടി സമാധാനം നിങ്ങളിവിടെ നോക്കുമ്പോൾ ആണ്ട് അപ്പനും മകനോട് മോണ്ടലത്തിൽ ക്രിക്കറ്റ് കളിക്കുക. എന്നാ ബലം പിടിച്ചാലും കൊച്ചു നിർബന്ധിക്കും, അപ്പൻ തന്നെ വഴങ്ങി കൊടുക്കും. അതിൽ കണ്ടിട്ടുള്ള കാഴ്ചയുണ്ട്. ഈ കൊച്ചുങ്ങളെ അടുത്ത് നടക്കുമ്പം ഒരു 6 മാസം കഴിയുമ്പോഴേ കൊച്ചു വേഗം അമ്മയെ തിരിച്ചറിയതിന് മുമ്പേ തിരിച്ചറിയുന്നത് മൊബൈൽ ഫോണാണല്ലോ. കൊച്ചു തപ്പി അപ്പൻ്റെ പോകരുത് മൊബൈൽ ഫോൺ തിരിച്ചു വെക്കും. പിന്നെ കൊച്ചു പോയി എടുക്കും. 3ാമത്തെ പ്രാവശ്യം കൊച്ചു തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എത്ര നിർബന്ധിച്ചാലും നിർബന്ധിക്കുന്ന കുഞ്ഞിന് മുമ്പിൽ അപ്പൻ വഴങ്ങും. ഇത് പിതൃഭാവമാണ്, ഇത് ദൈവത്തിൻ്റെ ഭാവമാണ്. നിർബന്ധിക്കുന്ന മക്കൾക്ക് മുമ്പിൽ വഴങ്ങുന്നവനാണ് ദൈവം. ഏറ്റവും നല്ല ഉദാഹരണം വിശ്വാസത്തിൽ നമുക്ക് പിതാവായ മാർത്തോമാ ശ്ലീഹ നിർബന്ധം പിടിച്ചു, എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം. യേശു തമ്പുരാനുമായിട്ട് അടുത്ത് ബന്ധമുണ്ടായിരുന്ന ശിഷ്യനാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇത് വ്യക്തമാക്കുന്നു. തോമ എന്നുള്ളത് ശരിക്കും തോമാശ്ലീഹയുടെ പേരല്ലെന്നുള്ളത് അറിയാവോ? അത് ചുമ്മാ വിളിപ്പേരാണ്. തോമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണ്? തോമ എന്ന് പറഞ്ഞാൽ ട്വിന്നാണ്, ഇരട്ട എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരട്ട. തോമാശ്ലീഹയുടെ ശരിക്കുള്ള പേരെന്നാ? നമ്മുടെ പേവാണ്. തോമാശ്ലീഹയുടെ ശരിക്കുള്ള പേരെന്നാ? ഇത് ചുമ്മാ വിളിപ്പേരാ തോമാന്ന്. അങ്ങനെ വിളിക്കാൻ കാരണം പല സാധ്യതകൾ പറയുന്നുണ്ട്. ഒന്ന്, യേശുവിൻ്റെ കൂടെ ഇരട്ട പോലെ വളർന്ന ഒരു ശിഷ്യൻ. നമ്മൾ 2 കൂട്ടരെ ഇരട്ടയെന്ന് പറയും, ഒരുമിച്ച് ഉണ്ടായതിനെ പറയും. കാണാൻ നല്ല ശൈലാണല്ലോ. ചില വീട്ടിൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടല്ലോ, ഒരുപോലെ ഇരിക്കുന്ന പിള്ളേരുണ്ട്, കാണാൻ നല്ല രസമാണ്. ഒരിക്കലും വീട്ടിൽ
2 ആൺപിള്ളേർ ഐഡന്റിക്കൽ ട്വിൻസാണ്. ഒരേപോലത്തെ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം വന്നു. ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ഇരട്ട പെറ്റതാണോ എന്ന് ചോദിച്ചു. അല്ല, അമ്മ പെറ്റതാണെന്ന് പറഞ്ഞു. പിന്നെ ഒരുമിച്ച് നടക്കുമ്പോൾ ഇരട്ട പോലെ നടക്കാന്ന് പറയും. യേശു തമ്പുരാൻ്റെ കൂടെ ഇരട്ട പോലെ നടന്ന ശിഷ്യൻ. അതുകൊണ്ട് ഒരു സംശയം ആൾക്കാർക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് യേശുവിനെ ഒറ്റ കൊടുത്താൻ പറഞ്ഞു, ഞാൻ ആരെ ചുംബിക്കുന്നോ അവനെ പിടിച്ചോണം. ഇതിൽ ആരെ യേശു എന്ന സംശയം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇനി തോമ വളരെ 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 വിരളമായിട്ടേ ഇടപെടുന്നുള്ളൂ. സുവിശേഷങ്ങളിൽ ചുരുക്കമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. 3 പ്രാവശ്യമുള്ളൂ. ഒന്ന്, യേശു തമ്പുരാൻ ബെഥാനിയായിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടുത്തെ യഹൂദര് പിന്നെ കണ്ടാൽ എറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു വെച്ചിരിക്കുവാണ്. ശിഷ്യന്മാർക്കറിയാം, നീ അങ്ങോട്ട് പോകല്ലേ, പോവും, പോകല്ലേ, ഇവൻ പോവും തീർച്ചയായി. ബാക്കി എല്ലാവരും പുറകോട്ട് കാലി വെച്ചപ്പം ഒരുത്തൻ മാത്രമാണ്, വരുന്നടാ നമുക്കും പോകാം, ഇവൻ്റെ പോയി മരിക്കാം. ആരാ കൂടെ പോയി മരിക്കുന്നേ? ആരാ കൂടെ പോയി മരിക്കുന്നേ? പത്രത്തിൽ കണ്ടിട്ടില്ലേ? കാമുകി പുഴയിൽ മുമ്പിൽ ചാടി, കാമുകൻ പുറകെ ചാടി. എന്നാൽ അവൻ ആദ്യം ചാടിയായിരുന്നു ആ പെണ്ണ് വീട്ടിൽ പോയിക്കൊണ്ടേനെയും. മരണത്തിൽ പോലും ഒരുമിച്ചായെന്ന് ആരാ? അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടല്ലേ. യേശു തമ്പുരാൻ്റെ കൂടെ പോയി മരിക്കാൻ ഇഷ്ടപ്പെട്ട ഏക ശിഷ്യൻ നമ്മുടെ പിതാവായ മർത്തമസ്ലിഹായാണ്. രണ്ടാമത് വിടവാങ്ങൽ പ്രഭാഷണ മധ്യേ പോവാന്നല്ല ഈശോ പറഞ്ഞു. അമ്മ അസ്വസ്ഥനായി. അമ്മ ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നറിയാൻ പാടില്ല, വഴി എങ്ങനെ അറിയും? അമ്മയുടെ കർത്താവ് പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. മൂന്നാമത്തത്, യേശുവിനെ ഉദ്ധാനം ചെയ്തു. തോമ ഇല്ലാത്തപ്പം ശിശുക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, തൊട്ടു, മിണ്ടി. അമ്മ അസ്വസ്ഥനായി. അമ്മ ബലം പിടിച്ചു, ഞാനിത് വിശ്വസിക്കണമെങ്കിൽ എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം. എവിടെ പോയി തോമ? ക്രിസോസ്റ്റം ഉണ്ണിവാൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. തോമ എവിടെ പോയിരിക്കാം? 2 സാധ്യതകളാണ് സഭാപിതാവായ ക്രിസോസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒന്നുകില്ലേ തോമ വലിയ ധൈര്യവാനാണ്, യേശു തമ്പുരാൻ മരിച്ചു എന്നുള്ളത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, ആരും കാണാതെ ഒളിച്ചു പോയി, ഇത് പൊട്ടിക്കരയാൻ പോയതാവാം. അല്ലെങ്കിലോ രാവിലെ കേട്ട വാർത്ത, ഭക്തസ്ത്രീകൾ വന്ന് പറഞ്ഞു അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല, എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തേടിപ്പോയതാകാം. എൻ്റെ ക്രിസോസ്റ്റം ഉണ്ണിയവൻ പറയുവാണ്, ഏത് കാരണമായാലും മറ്റ് 10 പേരെക്കാൾ കൂടുതൽ അവരെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ പാവത്തിന് കാണാൻ പറ്റാതെ പോയത്. അപ്പോൾ പിടിച്ച് നിർബന്ധമാണ്, സ്നേഹത്തിൻ്റെ നിർബന്ധമാണ്. എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം. തോമായ്ക്ക് വേണ്ടി മാത്രം എന്ന വണ്ണം യേശു പ്രത്യക്ഷപ്പെട്ടു. വേറെ ആരെയും വിളിച്ചില്ല. തോമയെ വിളിച്ചു, ശാസിച്ചില്ല, കണ്ടോള്, തൊട്ടോള്. അമ്മ തൊട്ടതായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല, പടം വരച്ചോൻ തുടിപ്പിച്ച് വെച്ചത്. അമ്മ അറിയാതെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ലോകം കേട്ട ഏറ്റവും ശക്തമായ വിശ്വാസ പ്രഘോഷണമാണ്. കാരണം എന്നറിയാവോ? തോമ യഹൂദനാണ്. യഹൂദനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ നിയമം, എൻ്റെ കർത്താവായ ദൈവം ഞാനല്ലാതെ വേറെ ദൈവം തന്നെ കൊണ്ടാകാൻ പാടില്ല. ഏക ദൈവവിശ്വാസം. തോമ പറഞ്ഞത്, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുകയും കേൾക്കുകയും അറിയുകയും ആരാധിക്കുകയും ചെയ്ത ആ ഏക ദൈവം ഇത്രയും കാലം ഗുരുവെന്ന് കർത്താവെന്ന് വിളിച്ച് നടന്ന നീയാന്ന ലോകത്തോട് തോമ ഏറ്റുപറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മിലും ഉണരേണ്ട, ഉയരേണ്ട ആഗ്രഹം, എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം. അല്ലെങ്കിലോ അവൻ എന്നെ കാണാൻ ഇടയാവണം, എന്നെ തൊടാൻ ഇടയാവണം. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി. സുവിശേഷങ്ങളിൽ ട്വിൻ മിറാക്കിൾസ്, ഇരട്ട അത്ഭുതങ്ങൾ അറിയപ്പെടുന്ന 2 അത്ഭുതങ്ങളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. സമാന്തര സുവിശേഷങ്ങൾ 3ഉം രേഖപ്പെടുത്തിയിരിക്കുന്ന 2 അത്ഭുതങ്ങൾ. ഇതറിയപ്പെടുന്നത് ഇരട്ട അത്ഭുതങ്ങൾ എന്നാണ്. ഏതൊക്കെയാണെന്നറിയാവോ? ഒരത്ഭുതത്തിന് പോകുന്ന വഴിക്ക് വേറെ അത്ഭുതം സംഭവിക്കുന്നതാണ്. ഒരു സുവിശേഷം പറയും ഒരു ഭരണാധികാരി, രണ്ടാമത്തെ സുവിശേഷം പറയും ഒരു സിനഗോഗ് അധികാരി, മൂന്നാമത്തെ സുവിശേഷം പറയും ജായിരോസ് എന്ന പേരുള്ള ഒരു സിനഗോഗ് അധികാരി. ഞാനൊരു മകളാണെന്നും കൊച്ചുമകളാണെന്നും പറയുന്നുണ്ട്. ഒരു കൊച്ച് ഗൗരവമായ രോഗത്തിൽപ്പെട്ടു, പറ്റുന്ന പോലെയൊക്കെ ചികിത്സിച്ചു, ഫലമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ രോഗം മൂർച്ഛിച്ചു വന്നു. ആരെങ്കിലും പറഞ്ഞു കാണും, ജായിറോസേ
ഇനി മരുന്നും കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ, കൊച്ചു മരിച്ചു പോവും. യേശു നമ്മുടെ പ്രവാചകൻ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അമ്മൻ തൊട്ടാൽ കൊച്ചു സുഖപ്പെടും. ഇയാൾ ഓടി തേടി യേശുവിനെ കണ്ടെത്തി. കണ്ട മാത്രയിൽ കാൽക്കൽ വീണപേക്ഷിച്ചു, എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണം. പാവം ഇയാളുടെ കരച്ചിലും നരോളിയും കേട്ടപ്പം യേശുവിന് അലിവ് തോന്നി. അവിടുന്ന് ഇറങ്ങി പുറപ്പെടുവാണ്. അവിടുന്ന് എങ്ങോട്ടേലും പോയാൽ വലിയ ആൾക്കൂട്ടം പുറകെ വരും, വലിയ ജനാവലി പുറകെ. അങ്ങനെ ഓരുന്ന വഴിക്ക് ഞെട്ടിത്തിരിഞ്ഞ് അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം, ആരാ എൻ്റെ കുപ്പായത്തെ തൊട്ടത്? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഈ തൂത്തുകുട്ടിയിൽ വലിയ തിരുനാളാഘോഷമാണെന്ന് വിചാരിച്ചു. ക്ലാസ് നടക്കുവാണ്. ക്ലാസ് കൊണ്ട് പോകുമ്പം നമ്മുടെ കുര്യാക്കോസ് അമ്പാച്ചൻ ചോദിക്കുക ഞെട്ടിത്തിരിഞ്ഞ്, ആരാ എൻ്റെ കുപ്പായത്തെ തൊട്ടത്? അപ്പുറം ഇപ്പുറം തിരിയും പിടിച്ച് നീ കൊച്ചു പിള്ളേർ പോലും ചോദിക്കും, അമ്പാച്ചാ ഈ ആൾക്കൂട്ടം കണ്ടില്ലേ, ഒന്ന് തൊട്ടു എന്നെ ഉരുകിപ്പോയോ, മിണ്ടായിരിക്കേ. ശിഷ്യന്മാർ ഏതാണ്ട് ഇതേ ഡയലോഗാണ് പറഞ്ഞത്. ഈ ആൾക്കൂട്ടം തിക്കിക്കൂട്ടുന്ന കണ്ടില്ലേ, എന്നെ ചോദ്യമായി ചോദിക്കുന്നേ. അപ്പോൾ യേശു അല്ലല്ല, ആരോ എന്നെ മനഃപൂർവ്വം സ്പർശിച്ചു. ഒരു പാവം സ്ത്രീ 12 വർഷമായിട്ട് അവർക്ക് ഹെമറേജാണ്, രക്തസ്രാവമാണ്. അവർ പേടിച്ച് വിറച്ച് യേശു തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ഞാനതൊട്ടെ പിന്നിലൂടെ വന്നാണ്. എന്തുകൊണ്ടാണ് പിന്നിലൂടെ വന്നത്? രക്തസ്രാവം മലിനമാക്കുന്ന രോഗമാണ്, ദൈവശാപത്തിൻ്റെ അടയാളമായിട്ട് കണ്ടിരുന്നു. ആ രോഗബാധയുള്ളവർക്ക് വീട്ടിൽ കയറാനോ ആളുകൾ കൂടുതലടുത്ത് പോകാനോ അനുവാദമില്ല. ഈ പാവം സ്ത്രീ അനുഭവിച്ച ശാരീരിക വേദനയേക്കാൾ എത്രയോ മടങ്ങാകാം അവരനുഭവിച്ച മാനസിക വ്യത. കുഞ്ഞുങ്ങളെ കണ്ടിട്ട്, കുടുംബത്തിൽ കയറിയിട്ട്, പൊതുസ്ഥലത്ത് പോയിട്ട്, ആരാധനയ്ക്ക് പോയിട്ട് വർഷങ്ങളായി. ഈ ശാരീരിക മാനസിക വ്യതയും കൊണ്ടാണ് ഈ പാവം പിന്നിലൂടെ വന്ന് വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച് തൊട്ട നിമിഷത്തിൽ അവൾ സൗഖ്യമുള്ളവളായി. തൻ്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങി പേടിച്ച് വിറച്ച് നിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീയുടെ കവിൾത്തടങ്ങളിൽ ഒഴുകിയിറക്കി കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി അലിവോടെ അവളെ നോക്കി അവിടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എൻ്റെ വിശ്വാസം മകളെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വെറും ശാരീരിക സൗഖ്യം തേടി വന്ന ആ പാവം സ്ത്രീ രക്ഷയും കൊണ്ട് വീട്ടിൽ പോയി. യേശുവിനെ തൊട്ട സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. അല്പം കൂടി മുമ്പോട്ട് പോയപ്പം വലിയ ആൾക്കൂട്ടം ഇങ്ങോട്ട് വരുന്നുണ്ട്. മതി, അവിടെ തൊടിയിലും പിടുത്തമായിട്ടിരിക്കുമായിരുന്നല്ലോ, കൊച്ചു മരിച്ചുപോയി, സമയം കളഞ്ഞില്ലേ. അപ്പോൾ അപ്പം നെഞ്ചത്ത് കൈയിടിച്ച് അലറി കരഞ്ഞിട്ടുണ്ടാവണം. യേശു അല്ലേ ആശുപത്രി ചേട്ടൻ കരയാതെ പാ നീക്കോ കൊണ്ടാക്കാം. ആ വീട്ടുമുറ്റത്ത് ചെന്നപ്പം വലിയ ആൾക്കൂട്ടം, ആന വായിക്കുന്നവർ, പന്തലിടുന്നവർ, ഒരുക്കങ്ങൾ നടത്തുന്നവർ ഒക്കെയായിട്ട് വലിയ ആൾക്കൂട്ടം. എല്ലാവരും യേശു തമ്പുരാനെ നിശബ്ദരാക്കി നിർത്താൻ പറഞ്ഞു. എന്നിട്ടോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, കൊച്ചിൻ്റെ അപ്പൻ, അമ്മ, ഇത്രയും പേരെ മാത്രം കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി. ഇപ്പോഴത്തെ കാലത്ത് യേശു തമ്പുരാൻ അല്ല, ആയിരുന്നെങ്കിൽ മുഴുവൻ പത്രക്കാരും ചാനലുകാരും യൂട്യൂബേഴ്സുകളും വന്നിട്ടേ കയറുള്ളായിരുന്നു. പഴയ യേശു തമ്പുരാനായതുകൊണ്ടാണ് രഹസ്യമായിട്ട് കയറി മരിച്ചു കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ കരത്തിൽ തൊട്ട നിമിഷത്തിൽ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. യേശുവിനെ തൊട്ട സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. യേശു തൊട്ട കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. നമ്മിലും ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി. either you have to touch him or you have to let him to touch you. ഒന്നുകിൽ നിനക്ക് അവനെ തൊടാൻ കഴിയണം, അല്ലെങ്കിൽ നിന്നെ തൊടാൻ അവനെ അനുവദിക്കണം. ഈ തീവ്രമായ ആഗ്രഹം അത് നമ്മിൽ സമൃദ്ധമായിട്ട് വളരട്ടെ. അതാവും തുടക്കം. ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ യേശു തമ്പുരാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ. യേശുവിനെ ആയിരിക്കുന്നത് പോലെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതിന് ആത്മീയതയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാ വിശ്വാസം. അവിടുത്തെ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം. എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ വചനം നൽകുന്ന മറുപടി എബ്രായ ലേഖകന്റെ 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യം, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ആരാ കാണപ്പെടാത്തത്? ദൈവം. എന്നെ പ്രത്യാശിക്കുന്നത് സ്വർഗം. ഇത് രണ്ടും എന്നാന്ന് ഇന്ന് വരെ ആരെ കൊണ്ടും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നുണ്ട്, ആരെങ്കിലും ദൈവത്തെ നിർവചിച്ചെന്ന് അവകാശപ്പെട്ടാൽ അവൻ നിർവചിച്ച സൂത്രം ദൈവമല്ല, അവൻ നിർവചനത്തിന് അതീതനായൊരു സത്യമാണ്, ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഈ നിർവചനം കേൾവിയിൽ വളരെ സമ്പൂർണ്ണമായിട്ട് തോന്നിയാലും വിശകലനത്തിൽ വളരെ സങ്കീർണമായിട്ട് അനുഭവപ്പെടും. അല്പം കൂടി ലളിതമായ ഭാഷയിൽ
അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസത്തെ നിർവചിച്ചാൽ, വിശ്വാസം എന്നത് ദൈവത്തിനു മുമ്പിലുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ദൈവതൃക്കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതാണ്. പരിശുദ്ധ അമ്മ വിശ്വസിച്ച് ഭാഗ്യവതിയായത് എപ്പോഴാണ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിന്റെ ഇഷ്ടം പോലെ ഇതിൽ ഭവിക്കട്ടെ. ഈ മറുപടിയിലാണ് ദൈവത്തിന് മുമ്പിലുള്ള സമ്പൂർണമായ സമർപ്പണം, ദൈവതൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നത്. അതാ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന ആരാ നമുക്കറിയാം? പിതാവായ അബ്രാഹാം. അബ്രാഹാം എങ്ങനെയാ വിശ്വാസികളുടെ പിതാവായത്? അബ്രാഹാം അദ്ദേഹത്തെ പറയുന്നത് നീതിമാനായ ഒരു മനുഷ്യൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മുഴുവൻ പേരെയും ബൈബിൾ വിളിക്കുന്ന പേരാണ് നീതിമാൻ. നോഹ നീതിമാനായിരുന്നു, അബ്രാഹാം നീതിമാനായിരുന്നു, യോബ് നീതിമാനായിരുന്നു, യൂസേപ്പ് നീതിമാനായിരുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള ആളായിരുന്നു അബ്രാഹാം. ചെറുപ്പത്തിൽ തന്നെ സാറ എന്ന് പറയുന്ന കൊച്ചു പെണ്ണിനെ കെട്ടി ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചെന്നാ പറയുന്നത്. എന്നതാ ഊർ? ഊർ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഊറ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഭായിമാർ വരുമ്പോൾ ഒത്തിരി തമിഴ്നാട്ടുകാർ ജോലിക്ക് വരുമായിരുന്നു. അവർ ചിലപ്പോൾ കാണുക, നമ്മുടെ നാട്ടിൽ ഓണം പോലെ അവർക്ക് ഈ പൊങ്കൽ മാട്ടുപൊങ്കൽ വലിയ ആഘോഷമുണ്ട്, ഫാമിലി ഗ്യാതറിങ്ങാണ്. അവരെല്ലാം പോവും, 1-2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, അണ്ണാച്ചി എവിടെ പോയോ? എന്നാ പറയും? ആ ഊരിന് പോയതാ. ഊരെന്ന് പറഞ്ഞാൽ താമസ സ്ഥലം എന്നാ എൻ്റെ അർത്ഥം. പണ്ട് നമ്മുടെ സ്ഥലങ്ങളെ പേര് കിടങ്ങൂർ, കൊടുങ്ങൂർ, കൊടുങ്ങല്ലൂർ, മറയൂർ, പറവൂർ, മലയാറ്റൂർ, ഉള്ളൂർ, ഊർ താമസ സ്ഥലമാണ്. അവിടെ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അമ്പലം പ്രത്യക്ഷപ്പെട്ടു. അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹാം, നമ്മൾ ഇവൻ ഉടമ്പടി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ നിൻ്റെ ദൈവമായിരിക്കും, നീ എൻ്റെ ജനതയുടെ പിതാവാകും. ഇതിന് മുഴുവൻ അർത്ഥമൊന്നും പാവത്തിന് മനസ്സിലായില്ല. പക്ഷേ ഉടമ്പടി പൂർത്തിയാകണമെങ്കിലോ നാടും വീടും കൂടും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സ്ഥലത്തോട്ട് പോരണം. അല്ല, നമ്മൾ എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അബ്രാഹാം ചോദിച്ചോ? ഇല്ല, ഇറങ്ങി പുറപ്പെട്ടു. പോയി ഒരു സ്ഥലത്ത് പോയി താമസിച്ചു, കൂടാരം പഠിച്ചു. അവിടെ കൂടാരം പഠിച്ച് സമാധാനമായിട്ട് കഴിയുമ്പം ദൈവം അബ്രാഹത്തിന് സായം സന്ധ്യയിൽ വിളിച്ച് പുറത്തിറക്കി. കുശലമൊക്കെ അന്വേഷിച്ചു. മേലോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കി, എന്നെ കാണുന്നത് മനോഹരമായ ആകാശം. ആകാശത്തോ ഇഷ്ടംപോലെ നക്ഷത്രം. നേരം പറയുക, ഒന്ന് എണ്ണിക്കേന്ന് പറഞ്ഞു. ഓടെ തമ്പുരാനെ, ഇതാരെ കൊണ്ട് എണ്ണാൻ പറ്റും? എന്നാ കേട്ടോ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ തലമുറകളെ ജനിപ്പിക്കും. ഏറെ മക്കളുണ്ടാകുന്നത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് കണ്ടിരുന്ന സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം. അബ്രാഹത്തിന് സന്തോഷമായി. ഓടി വീട്ടിൽ ചെന്നു. സാറാമ്മേ, തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു സൂത്രം പറഞ്ഞു കേട്ടോ. എന്നാ മനുഷ്യ പറഞ്ഞേ? നമുക്കില്ലേ നക്ഷത്രം പോലെ മക്കളുണ്ടാവുമെന്ന്. ഇപ്പോഴത്തെ കാലത്ത് സാറാമ്മയായിരുന്നു. മനുഷ്യ ആവശ്യമായിട്ട് ഓരോ കാര്യമായിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക, എന്നെക്കൂടെ പറ്റിക്കാലെന്ന് പറഞ്ഞേന്. സാറാമ്മയ്ക്ക് സന്തോഷമായി. ഒരു കുതിച്ചു ചാടി. അന്ന് മുതൽ കാത്തിരിപ്പായി. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ഓരോന്നായിട്ട് കടന്നുപോയി. അബ്രാഹത്തിന് വയസ്സ് 100ഓടടുത്തു. സാറാമ്മയ്ക്ക് 96 കാണും. ഇനിയിപ്പം നക്ഷത്രം പോലെ ഇല്ലെങ്കിലും വേണ്ടി അമ്പിളിയമ്മാവനെ പോലെ ഒരെണ്ണമായാലും മതിയെന്ന് ഓർത്ത് തുടങ്ങി കാണണം. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാമറയുടെ ഓക്കുമരത്തിന് ചുവട്ടിൽ കൂടാരം അടിച്ച് കഴിയുമ്പം ഒരു വീടിൻ്റെ താഴെ കൂടെ 3 പേർ അവശരായിട്ട് പോകുന്ന കണ്ടു. അബ്രാഹം ഓടിച്ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരെ വീട്ടിൽ കൊണ്ടുവന്ന് മരത്തണലിലിരുത്തി കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു, ശുശ്രൂഷയൊക്കെ ചെയ്തു. അപ്പോൾ ക്ഷീണിച്ചത് മനസ്സിലായി. വിശക്കുന്നുള്ളത് വെള്ളം കൂടി കണ്ടപ്പോൾ പിടികിട്ടി. വേഗം കൂട്ടിച്ചേറി ഒരു മൂരിക്കിടാവിനെ പിടിച്ചുകൊണ്ട് വന്ന് തൊലി പൊളിച്ച് തീയിൽ ചുട്ട് സദ്യ. അങ്ങനെ ബാർബിക്യൂവിൻ്റെ പരിപാടി തുടങ്ങിയത്. ഗ്രില്ല് പാർട്ടിയാണ്. ഒരു 10-20 കിലോ കാണും ഈ മൂരിക്കിടാവ്. വന്ന 3 പേരും അബ്രാഹവും കൂടെ ഒരു മൂരിക്കിടാവിനെ തിന്നെന്ന് പറഞ്ഞ ഉപായ തീറ്റയല്ല. അവർ വീഞ്ഞൊക്കെ കുടിച്ച് സാലഡൊക്കെ കഴിച്ച് അങ്ങനെ കഴിച്ച് ഒരുമാതിരി ഏമ്പക്കം വിട്ടു തുടങ്ങിയപ്പം വന്നവരൊരാൾ ചോദിച്ചു, പിള്ളേരെ ആരെ കണ്ട് മക്കളൊക്കെ എത്രയാ? അബ്രാഹത്തിൻ്റെ മുഖം പാടി. അബ്രാഹം വിക്കി പറഞ്ഞു, ഉണ്ടായില്ല, ഉണ്ടാകും. 100 വയസ്സുള്ള അബ്രാഹം എവിടെ എന്നാ ഉണ്ടാവുമെന്നേ പറയുന്നത്. ഏതൊക്കെയായാലും വന്നവരിലൊരാൾ സാറാമ്മ അകത്തോട്ട് വലിഞ്ഞു. വന്നവരൊരാൾ പറഞ്ഞു, അടുത്ത വർഷം നിങ്ങൾ ഒന്നും കൂടെ വരും. അങ്ങനെ വരുമ്പം നിൻ്റെ ഭാര്യ സാറായിടയിൽ ഒരു മിടുക്കൻ ചെറുക്കം കൊച്ചും കൂടെ ഉണ്ടാവും.
ഇത് ബൈബിള് വായിക്കാനും കേട്ടോണ്ടിരിക്കാനും നല്ല ശേലാണ്. ഞാൻ അമ്മച്ചി എത്ര വയസ്സുണ്ട്? 73 വയസ്സാണ്. എത്ര നാളായിട്ടും 73 വയസ്സുള്ളൂ. സാറാമ്മേക്കാൾ എത്രയോ ഇളയതാ. ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അടുത്ത വർഷവും ഇവിടെ പിതാവിനും ഇവിടുത്തെ അമ്പാച്ചന്മാർക്കൊക്കെ നല്ല മനസ്സ് തോന്നി. ഇങ്ങനെ കൺവെൻഷൻ വെക്കുമ്പോൾ വിളിക്കുവാണെങ്കിൽ ഞാൻ വരാവേ. അന്നേരം വരുമ്പം ഈ അമ്മച്ചിടയിൽ ഒരു ചെറുക്ക കൊച്ചു കൂടെ പുതുതായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ അപ്പത്തിൽ എഴുതടിച്ച് നിങ്ങൾ എന്നെ ഓടിക്കുമോ? അച്ഛാ നടപ്പുള്ള വല്ല കാര്യം പറയും. അന്നേരമാ 96 വയസ്സുള്ള ആ താറാമ്മയ്ക്ക് 100 വയസ്സുള്ള അബ്രാഹത്തിന് കൊച്ചുണ്ടാവുമെന്ന്. വന്നവർ കുടിയും തീറ്റയും കഴിഞ്ഞ് പോയി. ഇവരിത് വിശ്വസിച്ചു. ഏതാനും ആഴ്ച കഴിഞ്ഞപ്പം ഈ സാറാമ്മയ്ക്ക് ഭയങ്കര ഓക്കാനം, മനംമറിച്ചില്, തലചുറ്റല്, എപ്പോഴും കിടക്കണമെന്ന് തോന്നുക, കാല് കഴുപ്പൊക്കെ ആയിട്ട് അബ്രാഹത്തിന് മനസ്സിലായി സാറാമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിൽ ഭവിച്ചിരിക്കുവാണ്. ഈ 100-ാം വയസ്സിൽ ആ അബ്രാഹത്തിനെ മാവേലും പുളിയലൊക്കെ കയറ്റുക. പ്രത്യേക ആഗ്രഹവും പൂതിയൊക്കെ. ഏതായാലും മാസങ്ങൾ കഴിയും തോറും സാറാമ്മയുടെ വയറ് വീർത്ത് വന്നു. 9 മാസവും 9 ദിവസവും തികഞ്ഞപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സിസേറിനും കൂടാതെ ഈ 96-കാരത്തി അമ്മാമ്മ വടിയും കുത്തി നിന്ന് സുഖപ്രസവം വിട്ടുക്കുന്ന ചെറുക്കം കൊച്ച്. ഈ കൊച്ചിനെ സ്വീകരിച്ച് അവന് ഇസഹാക്കെന്ന് പേരിട്ടു. കാര്യമായിട്ട് വളർത്തുക. ആദ്യം സാറാമ്മയുടെ പാല് കൊടുത്തു, പിന്നെ ആടിനെ എല്ലാം കറന്നു കൊടുത്തു, പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു, പിന്നെ ഇറച്ചി മീൻ കൊടുത്തു. കുറാന്ന് വളരുക കൊച്ചൻ. വിട്ടുക്കുന്നൊരു പയ്യൻ. കണ്ടാലും കൊള്ളാം, കാര്യത്തിനും കൊള്ളാം. ഞാൻ വായോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഓടി വരും. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. നമുക്ക് വീട്ടിൽ നേരെ തിരിച്ചാണല്ലോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടും പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ടും വരും. നല്ല അനുസരണയുള്ള കൊച്ച, മിടുക്കൻ കുഞ്ഞാ. അത് വളർന്ന് വന്നു. അവന് 10-11 വയസ്സായപ്പം പഴയ ദൈവത്തിൻ്റെ ശബ്ദം പിന്നെ അബ്രാഹം കേട്ടു. അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തിന് സന്തോഷമായി. മൂത്ത കൊച്ചിൻ്റെ കേട് മാറിയല്ലോ. സാറാമ്മയ്ക്ക് തീരെ മേല. അടുത്ത കൊച്ചിൻ്റെ വഴിയാന്നോർത്തോണ്ടാ ഓടിച്ചാടി പുറത്തിറങ്ങി. അപ്പോൾ പറയുക അബ്രാഹം, എന്തോ നാളെ രാവിലെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് മോറിയയിലേക്ക് വരണം. വരാമല്ലോ. അവിടെ വെച്ച് ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി ബലി കഴിക്കണം. ഒയ്യോ, ഇടിവെട്ടേറ്റോ അബ്രാഹം നിന്ന് പോയിട്ടുണ്ടാവണം. എൻ്റെ പൊന്നോടെ തമ്പുരാനെ, എൻ്റെ ആട്ടിൻകൂട്ടിലെ ആടിനെ മുഴുവൻ ബലിയർപ്പിക്കാം, എൻ്റെ കുഞ്ഞ് ഇസ്ഹാക്കിനെ മാത്രം ചോദിക്കല്ലേ എന്ന് അബ്രാഹം വാദിച്ചില്ല. തമ്പുരാനെ ശബ്ദവാൻ തിരിച്ചറിഞ്ഞു. ഉറങ്ങാൻ പറ്റുമോ? മറിഞ്ഞും തിരിഞ്ഞും എല്ലാം കിടന്നു. അത് രാവിലെ ഉണർന്നു. കഴുതയ്ക്ക് ചീനിയിട്ടു. വേലക്കാരെ വിളിച്ചുണർത്തി. കൊച്ചിനെ ഒരുക്കി. വിറക്, കത്തി, തീയൊക്കെ ആയിട്ട് പുറപ്പെടുവാണ്. പോയി 2 ദിവസത്തെ യാത്ര നടന്ന് മോറിയയിലെത്തി. ഒരു ഉയർന്ന മല കണ്ടു. ഇബ്രാഹിം വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയായിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു വെച്ച് മലകെട്ടം തുടങ്ങി. ഇത് പറഞ്ഞപ്പോഴാണ് പണ്ടൊരു പള്ളിയിൽ അച്ഛൻ്റെ സ്ഥലം മാറ്റമായിരുന്നു. ഒരു പാവപ്പെട്ട പള്ളിയാണ്. കാശിന് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അച്ഛൻ്റെ യാത്രയേപ്പും പുതുതായിട്ട് വരുന്ന അച്ഛൻ്റെ സ്വീകരണം കൊണ്ട് ഒരു മീറ്റിംഗ് ആക്കി. ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പോകുന്ന അച്ഛൻ സ്വന്തം ഇഷ്ടത്താലല്ല പോകുന്നത്. എത്ര അച്ഛന്മാർക്ക് നാട്ടുകാർ ഉമ്മക്കത്തും അല്ലാത്ത കത്തുമൊക്കെ എഴുതി ഒരു പ്രകാരത്തിൽ പറഞ്ഞു വിടുക. അങ്ങനെ കയ്യിലിരിപ്പിച്ചാൽ മോശമാണെന്ന് വിചാരിച്ചു. ഏതായാലും പോവുകയാണല്ലോ എന്നോർത്ത് ഒരു യാത്രയപ്പ് കൊടുത്തു. സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, മഠത്തിലെ മദർ, പിന്നെ ഇപ്പോഴിൻ്റെ മറ്റ് സംഘടനകളുടെയൊക്കെ പ്രസിഡന്റുമാർ, കൈക്കാരനൊക്കെ പ്രസംഗിച്ചു. അച്ഛൻ വന്ന് അധികം താമസിക്കാതെ ഒരു യാത്രയപ്പിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങിയതാ, ഇപ്പോഴേ തരാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞൊരു സമ്മാനം കൊടുത്തു. എല്ലാം ആയിപ്പോട്ടെന്നോർത്ത് സമ്മാനം മേടിച്ചിട്ട് ഇങ്ങനെ മറുപടി പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പോവുക. ആൾക്കാർക്ക് ആശ്വാസം. എന്ത് അവസാനമായിട്ട് പറയേണ്ടു? പിതാവായ അബ്രാഹം ബലിയർപ്പിക്കാൻ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയപ്പം വേലക്കാർ കൊടുത്ത ഉപദേശം അതാ എനിക്കും പറയാനുള്ളത് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയെ കയറി പോയി. ഇതെന്നറിയാൻ വേണ്ടി പുതിയ വികാരിച്ചനും കൈക്കാരന്മാരുടെ ഓടിപ്പോയി ബൈബിൾ ഒന്ന് വായിച്ചു നോക്കിയപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുക, ഞാൻ പോയി തിരികെ വരുമ്പോളം ഈ കഴുതയായിട്ട് നിങ്ങൾ നിൽപ്പിൻ എന്നതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഏതായാലും അബ്രാഹം വേലക്കാട് പറഞ്ഞു, ഞങ്ങൾ പോയി തിരികെ വരുമ്പോളം ഈ കഴുതയായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് മലകെട്ടം തുടങ്ങി. കൊച്ചിന് തോളെ വിറക്, അപ്പൻ്റെ കത്തിയും തീയും കയറി പോവുകയാണ്. മലകയറ്റം പകുതിയായപ്പം കൊച്ചപ്പാന്ന് വിളിച്ചു. എന്തോന്ന് വിളി കേട്ടു. കൊച്ചു പറഞ്ഞു, അപ്പാ നമുക്കൊരു അബദ്ധം പറ്റിയല്ലോ. എന്നെ അബദ്ധം? എത്രയോ പ്രാവശ്യം അപ്പനും മോനും കൂടെ ബലിയർപ്പിക്കാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ കൊച്ചു കണ്ടിട്ടുണ്ട്. തലേ ദിവസം തന്നെ അപ്പൻ ആട്ടിൻകുട്ടി കയറി ഒരു കേടുമില്ലാത്തൊരു ആട്ടുമുട്ടനെ കണ്ടുവെക്കും. പിറ്റേ ദിവസം രാവിലെ കഴുകി വൃത്തിയാക്കി തോളെ വെച്ചോണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്. ആട്ടുകുഞ്ഞെന്തിയേ? 1000 കഠാരകൾ ഒന്നിച്ച് നെഞ്ചിലേക്ക് തുളഞ്ഞിറങ്ങുന്ന വേദന ഈ അപ്പൻ അനുഭവിച്ചിട്ടുണ്ടാവണം. ഈ മോറിയ മലയങ്ങ് പിളർന്ന് താനങ്ങ് താണു പോയെങ്കിലും അബ്രാഹം കൊതിച്ചിട്ടുണ്ടാകണം. എടാ കുട്ടപ്പ,
നിന്നെ ബലിയർപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഈ ചെറുക്കനെ വിറകോട്ട് വിട്ടേച്ചാൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക. അവിടെ പോയി പിടിക്കാനാ? അബ്രഹാം പറഞ്ഞു, മനെ, മലമുകളിൽ ദൈവം തരും. ഞാൻ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് അബ്രഹാം കുഞ്ഞിനെ കബളിപ്പിച്ചു എന്നല്ലേ? ഒരിജൻ, നമ്മുടെ സഭാപണ്ഡിതനുണ്ട് ഒരിജൻ, അദ്ദേഹം പറയുന്നു അബ്രഹാം ഈസ് ജസ്റ്റ്, നീതിമാനാണ്. അദ്ദേഹത്തിന് സ്വന്തം മകനോട് പോലും നുണ പറയുക അസാധ്യമാണ്. അബ്രഹാം കുഞ്ഞിനോട് പറഞ്ഞത് അവൻ്റെ മനസ്സിൻ്റെ ആഴമുള്ള ബോധ്യം. കഴുത്തറുത്ത് കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ മലമുകളിലേക്ക് പോകുമ്പോഴും ദൈവം ക്ഷേമത്തിനായിട്ട് പദ്ധതി ഒരുക്കുമെന്ന് അവൻ്റെ അടിയുറച്ച ബോധ്യം. അതാണ് അബ്രഹാം കുഞ്ഞിനോട് പറഞ്ഞത്. ഇതേ സത്യമാണ് പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 28-ാം വചനമായിട്ട് നമ്മോട് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും, ചിലതെല്ലാം നല്ല പറഞ്ഞിരിക്കുന്നത്, ദുഃഖമെന്ന്, ദുരിതമെന്ന്, അപമാനമെന്ന്, പരാജയമെന്ന്, മരണമെന്ന്, ശാപമെന്ന് നമ്മൾ വിധി എഴുതിയതും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. പരിണാമം ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്, ഒരു എമിനേഷനാണ്, ഒരു എവല്യൂഷനാണ്. അത് ഇപ്പം തുടങ്ങി എപ്പോൾ തീരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കാര്യം അറിയാം, നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, അങ്ങനെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഈ ഒരു ബോധ്യത്തിൻ്റെ പേരാണ് വിശ്വാസമെന്ന് പറയുന്നത്. ഭാഷാപരമായിട്ടും നമുക്ക് തെളിയിക്കാം. ഒറിജിൻ്റെ ആർഗ്യുമെൻറ്റേഷനാണ്. അബ്രഹാം വേലക്കാർക്ക് കൊടുക്കുന്ന ഉപദേശം, ഞങ്ങൾ പോയി തിരികെ വരുവോളം, അല്ലേ? അതിൻ്റെ ഒറിജിനൽ എടുത്ത് പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം എഴുതപ്പെട്ട മൂലഭാഷ ഏതാണ്? ഹീബ്രുവാണ്. അതിൻ്റെ ഒറിജിനൽ ഭാഷ ലിറ്ററലായിട്ട് പരിഭാഷപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ്: ഞങ്ങൾ പോയി ബലിയർപ്പിച്ചിട്ട് ഞങ്ങൾ തിരികെ വരുവോളം ഈ കഴുതിയുമായി നിങ്ങളുടെ വസിപ്പിൻ എന്നാണ്. 2 പ്രാവശ്യം ഞങ്ങൾ എന്ന സർവനാമം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഞങ്ങൾ അബ്രാഹവും ഇസ്ഹാക്കും, രണ്ടാമത്തെ ഞങ്ങളോ ഒറിജിൻ പറയും, അത് അബ്രാഹത്തിൻ്റെ വിശ്വാസം. കഴുത്തറുത്ത് കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും ദൈവം നന്മയ്ക്കായിട്ട് പദ്ധതി ഒരുക്കുമെന്ന അബ്രാഹത്തിൻ്റെ അടിയുറച്ച ബോധ്യം. അതാണ് ആ ഭാഷാപ്രയോഗത്തിൽ, ദൈവപരിപാലനയും പരിശുദ്ധാത്മ പ്രചോദനത്തിൽ ആയിരിക്കുന്നതെന്നാണ് ഒരിജൻ വ്യാഖ്യാനിക്കുന്നത്. കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് മലമുകളിൽ ചെന്നു, വിറകടുക്കി, ബലിപീഠം പണിത് വിറകടുക്കി, ഇസ്ഹാക്കേന്ന് വിളിച്ചു. കൊച്ചോടി വന്നു. ഓടി വന്ന് ഇസ്ഹാക്കിനെ ചാടി പിടിച്ച് കൂച്ചിക്കെട്ടി ഈ വിറകിന് മുകളിൽ വെച്ചു. കൊച്ചിന് രോഗം പിടികിട്ടി. അവൻ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ടാവണം, എൻ്റെ അപ്പ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ നാർത്ത് നിലവിളിച്ചിട്ടുണ്ടാവണം. ഇവൻ്റെ നിലവിളി അടുത്തുള്ള മലകളിൽ ചെന്ന് പതിച്ചിട്ട് വീണ്ടും വീണ്ടും പ്രതിധ്വനിയായിട്ട് അബ്രാഹത്തിൻ്റെ കാതുകളിൽ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് നലച്ചിട്ടുണ്ടാവണം. മിടിക്കുന്ന ഹൃദയമാണ്, വിതുമ്പുന്ന ചുണ്ടുകളാണ്, വിറയ്ക്കുന്ന കൈകാലുകളാണ്. തീരുമാനത്തിൽ അറ്റമില്ല. വിറയ്ക്കുന്ന കൈകളിൽ അബ്രാഹാം കത്തിയെടുത്ത് മുകളിലേക്ക് ഉയർത്തി ദൈവം വിളിച്ചു, അബ്രാഹാം അരുത്, നിന്റെ ബലിയിൽ ഞാൻ സംപ്രീതനാണ്. ഞാൻ പറയും, ഇവിടെ വെച്ചാണ് അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി അഭിഷേകം ചെയ്യപ്പെട്ടത്. വിശ്വാസം ദൈവത്തിന് മുമ്പിലുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ദൈവതൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതാണ്. അതാണ് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കുണ്ട് വിശ്വാസം, സമർപ്പണമുണ്ട്. പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് സംശയം. നമ്മുടെ വിശ്വാസം മാറ്റിരയ്ക്കപ്പെടുമ്പം അന്ധവിശ്വാസങ്ങളും അർത്ഥവിശ്വാസങ്ങളും നമ്മളെ പിടികൂടാറുണ്ടോ? സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏറ്റുപറയുമ്പോഴും മറ്റു ചില ശക്തികളിലൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ദുർബല മനസ്സ് ആശ്രയം വയ്ക്കാൻ നമ്മളെ നിർബന്ധിച്ചിട്ടുണ്ടോ? ചുമ്മാ കുഞ്ഞ് ചോദ്യം ചോദിക്കാം. നമ്മൾ പെരയ്ക്ക് തറക്കല്ലിടുന്ന സമയമാകുമ്പം, പുതിയ വീട് വെച്ച് വെഞ്ചരിക്കാൻ സമയമാകുമ്പം, മക്കളുടെ കല്യാണം ഉറയ്ക്കുമ്പം പഞ്ചാംഗം തേടി പരക്കം പായുന്ന പതിവുണ്ടോ എന്ന് പറ്റുന്ന സമയവും ദിവസവും നിശ്ചയിക്കാൻ അന്ധവിശ്വാസങ്ങളും അർത്ഥവിശ്വാസങ്ങളും നമ്മളെ പിടികൂടാറുണ്ടോ? ചേച്ചിമാർ ഈ പത്രവും മാസികയും കാണുമ്പം ആദ്യം വായിക്കുന്ന പേജുകളിലൊന്ന് ഏതാ? നിങ്ങളുടെ ഈ ആഴ്ച, ഇപ്പം ഈ ദിവസങ്ങളിൽ ഭയങ്കര അത് അപ്രതീക്ഷിത ധനാഗമം, ആഹാ ബന്ധുജന ദോഷം, ഓ അതെപ്പോഴും ഉള്ളതാ. ഞാനിത് കുറേ നാൾ വായിച്ചതാ. അച്ഛനായ ഇടവല്ല പ്രൊമോഷന് കിട്ടുമോയെന്നറിയാൻ. എനിക്ക് എല്ലാ ആഴ്ചയിലും ദാമ്പത്തിക സുഖം, സന്താന ഭാഗ്യം, എനിക്ക്
എൻ്റെ അമ്മച്ചിയാണ് സത്യം, ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ചുമ്മാ കളിപ്പീരാ. അന്ധവിശ്വാസങ്ങൾ അർത്ഥവിശ്വാസങ്ങളൊക്കെ നമ്മളെ നയിക്കാറുണ്ടോ? ഈ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ചൈതന്യം നമ്മിൽ പാലിക്കപ്പെടുന്നുണ്ടോ? ഞങ്ങൾ അച്ഛന്മാർ ഈ വീട് വെഞ്ചരിക്കാനായിട്ട് വരുമല്ലോ, ഇതിന് പല ഉദ്ദേശമുണ്ട്. ആശ്രമത്തിലെ അച്ഛന്മാർക്ക് അറിയത്തില്ല, ഇടവകയിലിരിക്കുന്നവർക്കറിയാം. അതിൻ്റെ മുഖ്യ ഉദ്ദേശം വലിയ പിരിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെഞ്ചരിച്ചേച്ച് കാശ് ചോദിച്ചാൽ കിട്ടും. പിന്നത്തെ ഉദ്ദേശം പുതുതായിട്ട് വന്ന അച്ഛനാണെങ്കിൽ ഈ വീട്ടിൽ പോയി ആൾക്കാരെ കാണുവാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ആണ്ടിലൊന്നെങ്കിലും ഈ വീട് ഉള്ള പിശാചുക്കളൊക്കെ ഇറക്കി വിടുന്നത് നല്ലതാണ്, ഒന്ന് വെഞ്ചരിച്ച് വെള്ളം തെളിച്ച്. അതിലൊക്കെ മുഖ്യമായ ഉദ്ദേശം സത്യം പറയാലോ, ഈ വീടിൻ്റെ അകത്തെ വിവരം അറിയാനുള്ള ഏക അവസരം ഈ വെഞ്ചരിക്കാൻ വരുമ്പോഴാണ്. അല്ലാത്തപ്പോൾ നിങ്ങൾ ആ സെറ്റിയിലുള്ള മുറിയിലോട്ട് ബിസ്ക്കറ്റും ചായയും കൊണ്ട് തരുവുള്ളൂ, അകത്തോട്ട് കയറ്റുകയില്ല. അച്ഛനെ കയറ്റാൻ പറ്റിയ പാകത്തിലല്ല കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ അകത്തെ വിവരം അറിയാനുള്ള ഏക അവസരം ഈ വെള്ളം തെളിക്കണമല്ലോ എല്ലായിടത്തും ഈ പോക്ക് പോകുമ്പോഴാണ്. അങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. അത് വീട്ടിൽ കാരണവരാണല്ലോ, ചില വീട്ടിൽ ചെല്ലുമ്പം കോഴിക്കൂട്ടിൽ, പശുക്കൂട്ടിൽ, കിണറ്റിൽ, അതിരയിലൊക്കെ ഒഴിപ്പിക്കും. നമ്മൾ ഒഴിച്ചേക്കും, നമ്മുടെ ഇഷ്ടംപോലെ ആനാമ്പളം കയ്യിലിരിപ്പുണ്ട്. വേറെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കാരണവരാണല്ലോ ഈ കഥയെല്ലാം തുറന്ന് നമ്മളെ കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നേ. ഒരു മുറിയുടെ അടുത്ത് വരുമ്പോൾ ചേട്ടൻ സ്റ്റക്കാവും, അത് ഓടാമ്പലിട്ടിരിക്കുക. അപ്പം നമുക്ക് ഭയങ്കര ജിജ്ഞാസ, ഇതിനകത്ത് എന്നാവാ എന്നുള്ളത്. ഈ പോകുന്ന പോക്കി നമുക്ക് ഒരുമാതിരിപ്പെട്ട ന്യൂസെല്ലാം പിടിക്കാം. ഈ ചാക്കുകെട്ടൊക്കെ ആണെങ്കിൽ ചുമ്മാ ഒന്ന് കുത്തി നോക്കിയിട്ട് കാപ്പിക്കുരുവാണോ കുരുമുളകാണോ എന്ന് തിരിച്ചറിയാം. ഈ കാപ്പിക്കുരു അട്ടിയിട്ടിരിക്കുന്നവൻ്റെ അതേ റേറ്റിലല്ലല്ലോ കുരുമുളക് വെച്ചിരിക്കുന്നവന് ഇടേണ്ട പിരിവ്. അതുകൊണ്ട് നമുക്ക് ഈ വിവരം അറിയാനുള്ള അവസരമായത്. അപ്പം ഈ മുറി കയറുകയില്ല, നമ്മൾ കയറി കണ്ടിട്ടുമ്പോൾ ചേട്ടത്തി ഇങ്ങനെ എന്ന് കാണിക്കുന്നുണ്ട്. ചെകുത്താനും കടലിനിടയ്ക്ക് വെട്ടുപോകാൻ സ്വന്തം ഭാര്യയ്ക്കിടയ്ക്കും വികാരിച്ചിനിടയ്ക്കും ഈ ചേട്ടൻ വിട്ടുപോകും. അച്ഛനെ ജയിക്കുകയുള്ളൂ. അച്ഛനെ കോലും പിടിച്ച് നിൽക്കുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവസാനം എന്തും വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഈ ചേട്ടൻ അങ്ങോട്ട് തള്ളി തുറക്കുമ്പം കാണുന്ന കാഴ്ച അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ വരുന്നത് കണ്ടുകൊണ്ട് ഇനി ഇങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ആഴ്ചയിൽ അലക്കാനുള്ള തുണി കംപ്ലീറ്റ് ഒരു കട്ടിലെടുത്തിട്ട് ഒരു സാരി ഇട്ട് പുതപ്പിച്ചിരിക്കുക. ബാക്കി എല്ലായിടത്തും ഒഴിക്കുമ്പോഴും ഇവിടെ വേണ്ടാന്ന് ഓർത്ത് മാറ്റി വെക്കുക. അച്ഛൻ വെഞ്ചരിക്കാൻ വരുമ്പോൾ നിങ്ങളങ്ങനെ കാണിച്ചു, കുഴപ്പമില്ല. പക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം, ഏതെങ്കിലും ബന്ധങ്ങളാവാം, ചിന്തകളാവാം, ഇടപെടലുകളാകാം, വ്യാപാരങ്ങളാവാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖല തമ്പുരാൻ പ്രവേശിക്കാത്തതായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം അതിനെ വിളിക്കുക സാധ്യമല്ല. നമ്മുടെ മുഴുവൻ കോശങ്ങളും ദൈവത്താൽ പൂരിതമാവണം, തമ്പുരാൻ നയിക്കപ്പെടുന്നവരാവണം. ടു ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പോഴാണ് വിശ്വാസം സമ്പൂർണ്ണമായിട്ട് അനുഭവപ്പെടുന്നത്. ഈ വിശ്വാസം ജനിക്കേണ്ടതും വളരേണ്ടതും ഫലം ചൂടേണ്ടതും എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസത്തെ പിള്ളത്തൊട്ടിൽ എവിടാണ്? ഇതെവിടെ ജനിച്ച് വീഴേണ്ടത്? എവിടെ ഇത് വളരേണ്ടത്? എവിടെയാണ് ഫലം ചൂടേണ്ടത്? വിശ്വാസത്തിൻ്റെ എവിടെയാ? എവിടെയാണ് വിശ്വാസം ജനിക്കേണ്ടത്? എവിടെ ഇത് വളരേണ്ടത്? എവിടാ? മനസ്സിലല്ല അമ്മച്ചി, അത് കുടുംബത്തിലാണ്. ഞാൻ പറയും, കുടുംബത്തിൽ അനുഭവിക്കാത്ത ദൈവത്തെ ഒരിടത്തും അനുഭവിക്കാനാവില്ല. കുടുംബത്തിൽ അനുഭവിക്കാത്ത ദൈവത്തെ ഒരിടത്തും അനുഭവിക്കാനാവില്ല. ഭാരതീയ സംസ്കാരം പഠിപ്പിച്ചൊരു ചൊല്ലില്ലേ, മാതാ പിതാ ഗുരുർ ദൈവം. എൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ ദൈവമെന്നാണോ? എൻ്റെ അമ്മ ദൈവമെന്നാണോ? എൻ്റെ ഗുരു ദൈവമെന്നാണോ? ഒന്നുമല്ല. അതിൻ്റെ അർത്ഥം അപ്പനിലൂടെ, അമ്മയിലൂടെ, ഗുരുവിലൂടെ ദൈവത്തിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ അനുഭവിക്കാത്ത ദൈവത്തെ ഒരിടത്തും അനുഭവിക്കാനാവില്ല. എന്നെ വളരെ വ്യക്തിപരമായ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ദൈവം സ്നേഹമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പാവ അമ്മ എന്നെ മടി വെച്ച് ദൈവസ്നേഹത്തിൻ്റെ കുഞ്ഞു കഥകൾ എൻ്റെ കാതിൽ ഓതുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. 5 വയസ്സുള്ളപ്പം അപ്പൻ എന്നെ സ്കൂളിൽ ചേർത്തു. ഞാൻ സിസ്റ്റേഴ്സിനെ സ്കൂളിലാണ് പഠിച്ചത്. അവരെത്രയോ ശ്രദ്ധയോടെ എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചു. അതിലെത്രയോ കരുതലോടെ ദൈവിക കാര്യങ്ങൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ പതിച്ചു വെച്ചു. അവരെന്നെ പഠിപ്പിച്ചു. ദൈവം സ്നേഹമാണ്. 15 വയസ്സുള്ളപ്പം 10ാം ക്ലാസ് പാസ്സായി സെമിനാരി ചേർന്നു. സുദീർഘമായ 11 വർഷക്കാലം സെമിനാരി പരിശീലനത്തിൽ എത്രയോ വിശുദ്ധരായ പ്രഗത്ഭരായ വൈദികർ, അധ്യാപകർ എന്നെ പഠിപ്പിച്ചു. ദൈവം സ്നേഹമാണ്. അതിൻ്റെ അവസാനത്തെ 4 വർഷം ദൈവശാസ്ത്ര പരിശീലനമാണ്. ഞാൻ ഈ വടവാതുര മുഴുവൻ കാലവും പഠിച്ചത്. എത്രയോ പ്രഗത്ഭരായ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഉള്ള പ്രഗത്ഭരായ വൈദികർ, അധ്യാപകർ പഠിപ്പിച്ചു. ദൈവം സ്നേഹമാണ്.
പട്ടം കിട്ടിക്കഴിഞ്ഞിട്ടും ദീർഘകാലം എനിക്കുണ്ടായ നിയോഗം എൻ്റെ പഠനം തുടരാനാണ്. സ്വദേശത്തും വിദേശത്തുമൊക്കെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നല്ല പണം മുടക്കി എൻ്റെ അധികാരികൾ എന്നെ പഠിക്കാൻ വിട്ടു. അവിടെയൊക്കെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഞാൻ പഠിച്ചു. ദൈവം സ്നേഹമാണ്. ഞാൻ പഠിച്ചതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ബൃഹത്തായ ഒരു പ്രബന്ധം എഴുതാൻ ഇന്ന് എനിക്ക് കഴിയും. പക്ഷേ ദൈവം സ്നേഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ, എവിടെയെങ്കിലും വായിച്ചാൽ, എന്നെ മനസ്സിൽ ചിന്തിച്ചാൽ, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് ഞാൻ ആവശ്യപ്പെടാതെ എന്നെ ജനിപ്പിച്ച, എനിക്ക് വേണ്ടതെല്ലാം നൽകി ഓമനിച്ച് സ്നേഹിച്ച് ലാളിച്ച് എന്നെ വളർത്തിയ അച്ഛനാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം ഒരു മടിയും കൂടാതെ എന്നെ സെമിനാരിയിലാക്കിയ, ഞാൻ പട്ടമേറ്റ് പുത്തൻ കുർബാന ചെല്ലുന്ന നല്ല ദിനത്തിന് വേണ്ടി വർഷങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥനയോടെ നോക്കി 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 കാത്തിരുന്ന, ഞാൻ വീട്ടിൽ ചെല്ലുമോ എന്ന് സംശയമുള്ള ദിവസം കലണ്ടറിൽ ചുവന്ന മെഷ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് എൻ്റെ വരവ് കാത്ത് കാത്ത് ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി നോക്കിയിരുന്ന എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുഖമാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാണ്. ഞാൻ ഈ നാട്ടിൽ വളർന്നൊരു ഒറ്റപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ മക്കൾക്ക് ദൈവികതയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ മേഖലകളിലേക്ക് ആരോപണം ചെയ്യാനാവണമെങ്കിൽ നിർബന്ധമായും കുടുംബത്തിൽ അപ്പനിൽ അമ്മയിൽ ദൈവത്തെ കാണാൻ തൊട്ടനുഭവിക്കാൻ ഇടയുണ്ടാവണം. അല്ലെങ്കിൽ ഈ മക്കളോട് അനീതി ചെയ്യുന്നവരായിട്ട് നമ്മൾ എണ്ണപ്പെടും. ദൈവം ആരാന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലല്ലോ. തമ്പുരാൻ ഇങ്ങോട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നിടത്തോളം മാത്രം ദൈവം ആരാന്ന് വ്യക്തമാക്കാൻ വെളിപാടിൻ്റെ പൂർണ്ണതയായ മിശിഹ തമ്പുരാൻ ഉപയോഗിച്ചൊരു തന്ത്രമുണ്ട്. ദൈവത്തെ എന്ത് വിളിക്കാനാണ് പറഞ്ഞത്? ദൈവത്തെ പിതാവേന്ന്, അപ്പാന്ന്. യേശു തമ്പുരാനെ കുറിച്ച് ഉണ്ടായ വലിയ ഗൗരവമായ ആരോപണമാണ് ഇവൻ ദൈവത്തെ പിതാവേന്ന് വിളിച്ചു എന്ന്. എന്തുകൊണ്ടാ ദൈവത്തെ പിതാവേന്ന് വിളിക്കാൻ പറഞ്ഞത്? അപ്പൻ എന്ന് പറയുന്നത് ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും കേവലമായൊരു അനുഭവമാണ്. ഈ കേവല അനുഭവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് അവൻ എന്നെ പരമ്പരിച്ചിരിക്കുന്ന പിതൃത്വത്തിൽ നിന്ന് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായ ആത്മശോധന നമ്മൾ ചെയ്ത് നോക്കണം. ഒരനുഭവം ഞാൻ പറയാം. ഞാൻ ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഒരു രൂപതയിൽ ഒരു ചെറിയ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ഞാൻ അല്പം പൂർവ്വം ഉണ്ടാക്കി പറയുന്നത് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പകലായിരുന്നു ധ്യാനം, നോമ്പ് കാലത്താണ്. എൻ്റെ അവസാനത്തെ ദിവസമാകുമ്പം ഈ പിള്ളേരെല്ലാം നമ്മുടെ കൂട്ടുകാരാകും. കുമ്പസാര ദിവസമാണ്. ഞാൻ കുമ്പസാരിപ്പിക്കാൻ രീതിയിൽ കൊച്ചുപിള്ളേരെല്ലാം എൻ്റെ വട്ടം കൂടിയിരുന്നു. സന്ധ്യ മയങ്ങാറായി. നമ്മൾ മക്കളെ വീട്ടിൽ പോക്കോ, സന്ധ്യ ആവുമെന്ന് പറഞ്ഞു. എല്ലാ പിള്ളേരും പോയി. ഒരു കൊച്ചു പോയില്ല. അവനെ ഞാൻ തൽക്കാലം ജേക്കബ് എന്ന് വിളിക്കുവാണ്. അവൻ്റെ പേരതല്ല, മാറ്റി പറഞ്ഞതാണ്. നമ്മൾ ജേക്കബേ വീട്ടിൽ പൊക്കോടാന്ന് പറഞ്ഞു. ഒരു കൊച്ചിൻ്റെ മുഖം മാറി. അച്ഛാ, എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കുഞ്ഞിനെ ചേർത്തിരുത്തി. എൻ്റെ പൊന്നു മോനെ എന്നെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ വീട്ടുപേരെന്നോട് പറഞ്ഞു, ആ വീട്ടുപേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ 90% പേരെ ആ വീടറിയുമെന്ന് എനിക്ക് തീർച്ചയാണ്. അത്ര പ്രസിദ്ധമായ കുടുംബം. അച്ഛനും കന്യാസ്ത്രീയും ഡോക്ടറും ഒക്കെയുള്ള വീടാണ്. സമ്പന്നമായ കുടുംബമാണ്. പക്ഷെ ഇവൻ്റെ വീട്ടിൽ മാത്രം ഒരു ഗതിയില്ല, പരഗതിയില്ല. നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ അവൻ്റെ അപ്പന് 8.5 ഏക്കർ സ്ഥലം റബ്ബർ തോട്ടം വീതമായിട്ട് കിട്ടിയതാ. ഇനി 1 സെൻറ്റ് പോലും മിച്ചമില്ല. മുഴുവൻ കുടിച്ചു തീർത്തു, മുഴുവൻ തീർത്തു. അമ്മ ഒരു കൊള്ളാവുന്ന വീട്ടിലെ സ്ത്രീയാ. ഇവിടുത്തെ വലിപ്പം കൊണ്ട് കെട്ടി വന്നാണ്. ആ പാവം 2 പശുവിനെ വളർത്തിയ ഇപ്പം കുടുംബം പുലർത്തുന്നത്. 3 മക്കളായി വീട്ടിൽ. മൂത്തൊരു ചെറുക്കൻ കൊച്ചൻ 10ാം ക്ലാസ് വരെ കട്ടിച്ച് പഠിച്ചു. എങ്ങാട്ടൊരു കടയിൽ നിൽക്കുക. വല്ലപ്പോഴും വീട്ടിലൊന്ന് വരുവുള്ളൂ. രണ്ടാമത്തെ 11ാം ക്ലാസ് പഠിച്ച പെങ്കൊച്ച്. മൂന്നാമത്തെ എൻ്റെ ഈ ജേക്കബ്. ഈ മുഴുവനും തീർന്നു കഴിഞ്ഞപ്പം അപ്പൻ ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അങ്ങേരെ 15 സെൻറ്റ് സ്ഥലം അമ്മയുടെയും മക്കളുടെയും പേരിൽ എഴുതി കൊടുത്തു. അമ്മ വീട്ടിലെ സഹായം കൊണ്ട് ഒരു ചെറിയ വീട്, ഒറ്റ മുറിയേ ഉള്ളൂ, ഒരു വീട് അവർ വെച്ചു. ആ വീട്ടിൽ ഒരു കട്ടിലേ ഉള്ളൂ. അപ്പനും അമ്മ ഈ കട്ടിലേ കിടക്കും. ഇവനും ചേച്ചിയും കൂടെ താഴെ പാവിരിച്ച് കിടക്കും. ഈ ധ്യാനത്തിന് ഏതാനും ദിവസം മുമ്പ് ഈ കൊച്ചെന്നോട് കണ്ണീരോടെ പറഞ്ഞൊരു കഥ. അപ്പൻ ഒരു ദിവസം പാതിരായോടെ അടുത്ത് കൂട്ടിച്ച് പൂസായിട്ട് ലെക്കും ലഗാനും ഇല്ലാതെ വീട്ടിൽ കയറി വന്നു.
വന്ന പാടെ കട്ടിലേക്ക് കയറി വിസ്തരിച്ച് കിടന്നു. ഇനി അമ്മയ്ക്ക് സ്ഥലമില്ല. അമ്മ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇറങ്ങിക്കിടന്നു. ഒരുറക്കം കഴിഞ്ഞപ്പം ഇത് ഞാൻ മൂത്രം ഒഴിക്കാൻ മുട്ടി. ഈ പുള്ളി കാണിച്ച പണി എന്നാണെന്നറിയാവോ? ബോധയില്ലല്ലോ. ഒരു പ്രകാരത്തിൽ ആ കട്ടിലെ പിടിച്ച് ഏറ്റു നിന്നേച്ച് കയ്യാലയും താഴോട്ടാന്ന് ഓർത്തുകൊണ്ട് മുണ്ട് മടക്കി കുത്തി തുണി പൊക്കി പിടിച്ച് മൂത്രം ഒഴിച്ചത് ഈ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ തലയിലോട്ടാണ്. അയലോട്ട് പൊത്തോന്ന് വെള്ളം വീഴുന്ന ഒച്ചകർ മേലോട്ട് നോക്കിയപ്പം കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുക. ആ പെൺകുഞ്ഞിന് എന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥതയോടെ ചെല്ലാൻ പറ്റും? ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് അറയ്ക്കുവോ? പറ. ഒരു കുഞ്ഞിൻ്റെ അനുഭവമാണോ? എത്രയോ കുഞ്ഞുങ്ങളുടെ വേദനയായത്. ബാക്കിയും കൂടെ കേട്ടോ. ഈ ബിരുദൻ എന്നോട് പറയുക, അച്ഛാ അന്ന് മുതലില്ലേ ഞാനും ചേച്ചിയും കൂടെ ഇല്ലേ തലയിണക്കീടെ ഒരു കത്തിയും വെച്ചോണ്ടാ കിടക്കുന്നു പറഞ്ഞു. ഞാൻ ചെന്തിരവനെ ഉറങ്ങുമ്പോൾ കത്തി. ഇവൻ എന്നോട് പറയുക, അച്ഛാ ഇനി അങ്ങനെ കാണിച്ചാൽ ഞാൻ ചെത്തു എന്ന് പറഞ്ഞു. ചെത്തല്ലേന്ന് ഞാൻ പറഞ്ഞത് ചെത്തുവാണ്, ചെത്തിട്ട് പോട്ടത്. ഒരു കുഞ്ഞിൻ്റെ അനുഭവമാണോ? തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പിതൃത്വത്തിൽ നിന്ന് ദൈവപിതൃത്വത്തിലേക്ക് പ്രവേശിക്കാൻ കുടുംബത്തിന് സാധ്യമാവും വിധം ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. ദൈവം എന്താണെന്ന് വ്യക്തമാക്കാൻ ദൈവവചനം ബൈബിൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് പ്രവാചകനിലൂടെ. പെറ്റ അമ്മയ്ക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? തുടർന്ന് പറയുകയാണ്, പെറ്റമ്മ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവം. ദൈവം ആരാന്ന് എന്താന്ന് വ്യക്തമാക്കാൻ ദൈവവചനം, ബൈബിള്, വെളിപാടിൻ്റെ പൂർണ്ണതയായ മിശിഹാതമ്പുരാൻ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം ഒരപ്പൻ്റെ സ്നേഹവും ഒരമ്മയുടെ കരുതലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ അനുഭവിക്കാത്ത ദൈവത്തെ ഒരിടത്തും അനുഭവിക്കാനാവില്ല. ആത്മശോധനയുടെ നിമിഷമാവട്ടെ. എൻ്റെ കുടുംബത്തിൽ ദൈവാനുഭവത്തിന് ഉതകുന്ന ഒരന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് ആകർഷകമായ അന്തരീക്ഷം എൻ്റെ വീട്ടിലുണ്ടോ എന്നുള്ള ചോദ്യം. ഞങ്ങൾ അച്ഛന്മാർ ഏറെ വീട്ടിൽ പോകുന്നവരല്ലേ. ചില വീട്ടിൽ പോകുമ്പം തീരെ പാവപ്പെട്ട മനുഷ്യരാണ്, കൂലിപ്പണി ചെയ്യുന്ന പാവ മനുഷ്യർ. കുഞ്ഞു വീടാണ്, ഒരു കസേര ആകെയുള്ളൂ. അച്ഛനെ ഈ കസേരയിലിരുത്തും, അവരൊക്കെ താഴെ ഇരിക്കും, വർത്തമാനം പറയുവാണ്. കട്ടൻ കാപ്പി തരാനുള്ളൂ, മതിയല്ലോ. പക്ഷെ ആ വീട്ടിൽ പോയാൽ തിരിച്ചു പോരാൻ തോന്നുകയില്ല. ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിലെ ബന്ധത്തിലും സന്തോഷത്തിലൊക്കെ ഉണ്ട്. വേറെ ചില വീട്ടിൽ പോയാൽ 3 നിലയുള്ള മുട്ടം വീടാ, 6 ബെഡ്റൂം അറ്റാച്ചഡാ. പക്ഷെ അവിടെ ചെന്നാലോ ട്രാക്കുളക്കോട്ടയ്ക്ക് അത് കയറിയ പോലെ എങ്ങനെയും പോരണം, ശ്വാസം മുട്ടുക. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ ഇത്? വീടിൻ്റെ വലിപ്പമല്ലല്ലോ, ശ്വാസം മുട്ടും. ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഈ പോസിറ്റീവ് എനർജി കാത്തു സൂക്ഷിക്കാൻ അത് തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ നിറമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? നിസ്സാര കാര്യത്തിന് വാക്കുതർക്കങ്ങൾ, പിണക്കങ്ങൾ, അലോക്യങ്ങൾ ഒക്കെ ഇരുന്ന പൈശാചികതയുടെ ആത്മാവ് നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം ആത്മാർത്ഥമായിട്ട്. ദൈവം വളരുന്ന, ദൈവികത വികസിക്കുന്ന ഇടമായിട്ട് കുടുംബത്തെ മാറ്റാൻ കഴിയുന്നുണ്ടോ? അതിന് വിരുദ്ധമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരുപാധികം അവയെ വിട്ടുകളയാൻ, ശുദ്ധീകരിക്കാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കണം. നിങ്ങൾ മക്കളെ വളർത്തുന്നവരും കൊച്ചുമക്കളെ വളർത്തുന്നവരുമാണ്. മനസ്സിലെ ഏറ്റവും വലിയ വ്യഗ്രത ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ വളരുമ്പം കൈവിട്ടു പോകുമോയെന്ന്. ഈ കുഞ്ഞുങ്ങൾ വളരുമ്പം കൈവിട്ടു പോകുമോയെന്ന് ആശങ്കയില്ലാത്ത ഒരാളെങ്കിലും ഈ കൊടുത്തിരിപ്പുണ്ടോ? ഞാൻ പറയും, ആകർഷകമായ അന്തരീക്ഷമുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു കൊച്ചും പോകുമെന്ന് ഒരപ്പനും പേടിക്കണ്ട, ഒരു അമ്മയും പേടിക്കണ്ട, ഒരു വല്യപ്പനും പേടിക്കണ്ട, ഒരു വല്യമ്മയും പേടിക്കണ്ട. അല്ലെങ്കിലോ എപ്പോൾ പോയിന്ന് ചോദിച്ചാൽ മതി. ആരെയും കുറ്റപ്പെടുത്തണ്ട, ഒരു കുഞ്ഞിനെയും കുറ്റപ്പെടുത്തണ്ട. ഈ അന്തരീക്ഷത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? മറിച്ച് ചോദിച്ചാൽ ഇവിടെ മടുത്തു എന്ന് വീട്ടിലാർക്കെങ്കിലും തോന്നുന്ന അനുഭവം ഉണ്ടോ? എനിക്കിവിടെ മടുത്തു എന്ന് തോന്നുന്ന അനുഭവം വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ എന്ന് ഇതറിയാൻ ഞാൻ ചെറിയ പരീക്ഷണം നടത്താം. വീടിനെ ആകർഷമാക്കുന്ന ഘടകം എന്നാ? വീടിൻ്റെ വലിപ്പമാണോ? വീട്ടിലെ ഭക്ഷണമാണോ? ആധുനിക സജ്ജീകരണങ്ങളാണോ? വീടിനെ ആകർഷമാക്കുന്ന ഘടകം എന്നാ? സ്നേഹം മൊത്തമായി പോയി. കൃത്യം പറ, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ, കല്യാണം കഴിച്ചു വന്ന വീട്ടിലെ അല്ല, സ്വന്തം വീട്ടിലെ അപ്പനും അമ്മയും 2 പേരും മരിച്ചു പോയവരൊന്ന് കൈ പൊക്കാമോ? 2 പേരും മരിച്ചോരെ
അപ്പനും അമ്മയും ഏറെ പേര് ഒക്കെ ഇതാ താത്തു. ഞാൻ ചോദിക്കട്ടെ, അവർ മരിക്കുന്നതിന് മുമ്പ് ഇല്ലാത്ത കാരണം ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീട്ടിൽ പോകലാഞ്ഞോ? അക്ക നോക്കി നിൽക്കുക. അവൻ്റെ കണ്ണടഞ്ഞാൽ പിന്നെയോ തക്കതായ ആവശ്യം അങ്ങോട്ട് പോകാൻ തോന്നുക. വേറെ ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല. എന്നാ തുണിയൊക്കെ മാറണം, ആരെക്കൊണ്ട് പറ്റും? അവരുള്ള കാലത്ത് ഓടി അങ്ങോട്ടൊന്ന് പോകാൻ നിങ്ങൾ നിർബന്ധിച്ചിരുന്ന ഘടകം എന്നാ? നിങ്ങളുടെ വരവ് കാത്ത് നോക്കിയിരിക്കുന്ന 4 കണ്ണുകൾ. പെണ്ണേ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി, ഒന്നും വേണ്ടിയിട്ടല്ല, ഒന്ന് കണ്ടാൽ മതി അല്ലേ? അതാ കൊച്ചുങ്ങൾ സ്കൂളിൽ വിട്ട് ഓടി എന്നാ പറഞ്ഞ കയറി വരുന്നേ? അമ്മയെന്നെ വിളിച്ചാ അമ്മ ആടിനെ അടിക്കാൻ പോയതായിരിക്കും. കാണാതെ വരുമ്പം ഇടിവാള് വരുന്നതിൽ വേദന നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? വീടിനെ ആകർഷമാക്കുന്ന ഘടകം ഇതാ. എന്നെ കാത്തിരിക്കുന്ന ആരോ വീട്ടിലുണ്ടെന്നുള്ള ഓർമ്മ. നിങ്ങളുടെ വീട് ആകർഷകമാണെന്നറിയാൻ ഞാൻ 2 ചോദ്യം ചോദിക്കാം. മുഖം മാറല്ലേ, മുഖം ഇങ്ങനെ തന്നെ ഇരിക്കണം. ആരും കൈപ്പൊക്കണ്ട, ഏറ്റു നിൽക്കണ്ട, മറുപടി പറയണ്ട, മനസ്സിലോർത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോയവർ കാര്യവും നടത്തിയിട്ട് എത്രയും വേഗം വീട്ടോട്ട് തിരിച്ചു വരണം എന്നോർത്തുകൊണ്ട് വീട്ടിലെ ബാക്കി എല്ലാവരും നോക്കി കാത്തിരിക്കുന്നുണ്ടോ? അതെയോ ഒടേ തമ്പുരാന് ഒരു പോക്ക് പോയത് പൊക്കോട്ടെ, ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഇടിച്ചാൽ മതി എന്നോർത്തുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പോയ കക്ഷിക്ക് കാര്യവും നടത്തിയിട്ട് എത്രയും വേഗം വീട്ടോട്ട് തിരിച്ച് കയറണം എന്ന് അവരുടെ മനസ്സ് നിർബന്ധിക്കുന്നുണ്ടോ? അതെയോ അയർക്കുന്നം കവലയിലെയോ തിരുവഞ്ചൂർ കവലയിലെയോ അവസാനത്തെ തട്ടുകടക്കാരൻ്റെ അവസാനത്തെ ചെരുവവും കൂടെ കഴുകി കമത്തുന്ന കണ്ടേച്ച് കിടക്കാൻ മാത്രമാണോ ഈ പോരുന്നത്? ഈ 2 ചോദ്യത്തിനും ഉവ്വാന്ന മറുപടിയെങ്കിൽ ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ വീട് ആകർഷകമാണ്. എന്നൊരു ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ഗൗരവമായൊരു പെശക് എവിടെയോ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വീടുകൾ ആകർഷകമാവണം. നമ്മൾ പുറമേ കാണുന്ന ഒന്നുമല്ല. അടുത്ത കാലത്ത് കേട്ടില്ലേ, വലിയ വചനവും സാക്ഷിയും പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മുട്ടം വഴക്കം ബഹളമായിട്ട് കോടതി കൂടെ കയറി ഇറങ്ങി നടക്കുക. നാണമില്ലേ? വീടുകൾ ആകർഷകമാണോ? അതിന് തക്കതൊരു അന്തരീക്ഷം, ഈ പോസിറ്റീവ് എനർജി, ദാറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. പാപ്പ ഒരിക്കൽ പറഞ്ഞൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ദൈവം വളരുന്ന ഇടമാണ് കുടുംബം, ദൈവികത വികസിക്കുന്ന സ്ഥലമാണ് കുടുംബം. പാപ്പ തുറന്നു പറഞ്ഞു, ദൈവികത കുടുംബത്തിൽ വളരുന്നത് 2 കാര്യങ്ങളിലൂടെയാണ്. ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിലൂടെ, ജീവൻ്റെ പരികർമ്മത്തിലൂടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു, സ്നേഹത്തിലൂടെയും ജീവനിലൂടെയുമാണ് ദൈവികത കുടുംബത്തിൽ വളരുന്നത്. ഈ 2 വാക്കും ശ്രദ്ധിച്ചോണേ, സ്നേഹവും ജീവനും. ദൈവം ആരാന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ദൈവം ആരാന്ന് നമ്മെ പഠിപ്പിക്കാനുള്ള ശ്രമത്തിൽ യോഹന്നാൻ സുവിശേഷകൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 2 വാക്കാണ്. ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പര്യായ പദങ്ങളായിട്ട് ബൈബിള് ഉപയോഗിക്കുന്ന 2 വാക്കാണ് സ്നേഹവും ജീവനും. അതിൻ്റെ ഈറ്റില്ലം കുടുംബമാണെന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഈറ്റില്ലം, അത് പ്രഥമവും പ്രധാനവുമായിട്ട് അനുഭവിക്കേണ്ട വേദി കുടുംബമാണ്. തുടർന്ന് പാപ്പ പറയുന്നൊരു മുന്നറിയിപ്പ്, മക്കളെ ജാഗ്രതയോടെ ഇരിക്കണം. പിശാച് തീരെ ഇഷ്ടപ്പെടാത്ത 2 കാര്യമാണ് സ്നേഹവും ജീവനും. എവിടെ സ്നേഹമുണ്ടോ ഇതില്ലാതാക്കാൻ അവൻ ശ്രമിക്കും. എവിടെ ജീവനുണ്ടോ അതിനെ ഹനിക്കാൻ അവൻ ഓടി നടക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ വേണം. പിശാചിന് കുടുംബത്തിൽ ഇടം കൊടുക്കരുത്. ദൈവികത ഇല്ലാത്ത മേഖലയുടെ പേരാണ് പൈശാചികത. കുടുംബത്തിൽ പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം പുലരുന്നു എന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ധർമ്മമാണത്. കുടുംബത്തിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള അന്തരീക്ഷം കുഞ്ഞു കാര്യമുള്ളൂ. നിസ്സാര കാര്യത്തിന് ചുമ്മാ ഒച്ചയും ബഹളവും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും കേസും പുക്കാറും എന്നൊക്കെ പരിപാടിയാണ്. നിങ്ങൾ 2 പേരോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഈ ചേച്ചിമാർക്ക് ഒത്തിരി നന്മയുള്ളവരാണ്, ഒത്തിരി നന്മകളുണ്ട്. ഞാൻ ചുമ്മാ സുഖിപ്പിക്കാൻ പറയും, എനിക്ക് നിങ്ങളെ സുഖിപ്പിച്ചിട്ട് എന്നാ കിട്ടാനായിട്ടാ? നിങ്ങൾക്ക് ഒത്തിരി നന്മയുണ്ട്, നിങ്ങൾക്കൊരു വലിയ ദോഷമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ മുടിഞ്ഞ മെമ്മറിയാണ്, ഓർമ്മശക്തി. ആണുങ്ങൾക്ക് അത്ര ഇല്ല കേട്ടോ.
ഈ ഓർമ്മശക്തി ഭയങ്കരമാണ്. അതോ ഇടയ്ക്കിടയ്ക്ക് ഇത് കിള്ളി എടുത്തോണ്ടിരിക്കും. ഒന്നും പറയണ്ട. ഞാൻ കെട്ടി വന്നതിന് 3-ാം വെക്കം, 5-ാം വെക്കം, 9-ാം വെക്കം എന്ന് തന്ന് പുള്ളിക്കാരൻ അന്ന് കെട്ടി പോലും പുള്ളി ഓർക്കുന്നില്ല. അന്നേരം കെട്ടി വന്നതിന് 3-ാം വെക്കം ഓർക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിള്ളി എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? ദോഷമല്ലാതെ. ഈ പോസ്റ്റ്മോർട്ടം ഒരു സർജറിയാണ്. പോസ്റ്റ്മോർട്ടം ആരെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സുഖപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? ഉള്ളതും കൂടി ഷേപ്പ് പോവുകയുള്ളൂ. അതാ ഈ പോസ്റ്റ്മോർട്ടം പരിപാടി അങ്ങോട്ട് നിർത്ത്. ഈ ഓർമ്മ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ IAS പ്രിലിമിനറി ജയിച്ചേനെ. അത് കൃത്യം ദിവസവും സമയം ഇങ്ങനെ കൃത്യം സീൻ പോലെ ഓർത്തിരിക്കുക. അത് വിട്ടുകളാ പഴയത്. അല്ലെങ്കിൽ പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിന് ലക്ഷ്യം വിട്ട് ഓടുവാണ്. പലപ്പോഴും വഴക്കിൻ്റെ കാരണം അതാ. കുറേ പറഞ്ഞ് പുള്ളിക്കാർ എന്നെ എനിക്ക് ആവുമെന്ന് പറഞ്ഞാൽ പുള്ളി ചാടി പോവും. ചുമ്മാ ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്. ഇനി രണ്ടുപേരും ഒരുമിച്ച് ഒച്ച വെക്കല്ലേ. ഒരാൾക്ക് ഒച്ച ഉണ്ടാവും, മറ്റേ ആളും ഉണ്ടായിരിക്കണം. ഈ പുള്ളിക്ക് ഒച്ച ഉണ്ടാകുമ്പം രണ്ടുപേരും ഒരുമിച്ച് ഒച്ച വെച്ചാലോ ഉണ്ടാകുന്ന സംഘർഷം എന്നാണ്? നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനക്കുറവുണ്ട്. ഞാൻ നിയമം പഠിച്ച അച്ഛനാണ്. 34 വർഷമായിട്ട് കോടതി ജോലി ചെയ്യുന്ന അച്ഛനാണ് ഞാൻ. സഭാ കോടതിയിലും സിവിൽ കോടതിയിലും പിരിഞ്ഞു പോകുന്ന കുടുംബങ്ങളുടെ എണ്ണം എന്നെ പേടിപ്പെടുത്തുന്നുണ്ട്. കുടുംബങ്ങളുടെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രസംഗിക്കാൻ പോയി ചോദിച്ചു. ഞാൻ മുഴുവൻ സമയം പഠിപ്പിക്കുന്ന അച്ഛനാണ്. കുടുംബത്തെക്കുറിച്ച് എവിടെയെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടിയാൽ അവിടെ എല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ത്യാഗപൂർവമാണ്. അതിൻ്റെ കാരണം ഒറ്റ കാര്യവുമില്ലാതെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്താതെ നിസ്സാര കാര്യങ്ങൾക്ക് തകരുന്ന ഒത്തിരി കുടുംബങ്ങളെ ഞാനൊരു 34 വർഷത്തെ പൗരോഹിത ജീവിതത്തിനിടയ്ക്ക് കാണാനിടയായിട്ടുണ്ട്. ഞാൻ കെട്ടിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് കല്യാണം പിരിച്ചു വിടേണ്ടി വന്നിട്ടുണ്ട്. സത്യമായിട്ട് സങ്കടകരമായൊരു ഒരു വേദനയാണത്, ഒരു വലിയ വേദന. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം. അതൊരു മൂല്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. അടുത്തത്, അവനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ മാത്രം പോരല്ലോ, അവനെ അടുത്ത് അനുഗമിക്കാൻ. തമ്പുരാനെ അടുത്ത് അനുഗമിക്കുന്ന നമ്മൾ പറയുന്ന ആത്മീയതയുടെ വാക്കാണ് പ്രാർത്ഥന ജീവിതം. അവനായിട്ട് അടുത്ത് ചേർന്നുള്ള ജീവിതം, അതിനെ അടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഏക മാധ്യമം അത് പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന മനസ്സിലാക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞ ഇസ്ഹാക്കിന് എത്ര മക്കളായിരുന്നു? ഇസ്ഹാക്കിന് 2, ഏസാവും യാക്കോബും. ഇരട്ടകളായിരുന്നു. എന്നാൽ ആദ്യം ഉണ്ടായത് ഏസാവ്, രണ്ടാമതുണ്ടായത് യാക്കോബ്. ചെറുപ്പത്തിൽ തന്നെ ഈ ജ്യേഷ്ഠസ്ഥാനം മേടിച്ചെടുത്ത കഥയൊക്കെ നമുക്കറിയാം. കാലം മുമ്പോട്ട് പോയി. വാർദ്ധക്യത്തിൽ ഇസ്ഹാക്ക് 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. പൂർണ്ണ അന്ധനായി. അങ്ങനെ ക്ഷീണിതനായി. ഇസ്ഹാക്കിൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി, ഇനി അധികം നാളില്ല. നിങ്ങൾക്ക് പൈതൃകമായിട്ട് കിട്ടിയ ഒത്തിരി അവകാശങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് മൂത്ത മകനായിട്ട് കണക്കാക്കുന്ന ഏസാവിന് കൊടുക്കാൻ ഇസ്ഹാക്ക് ആഗ്രഹിച്ചു. ഒരു ദിവസം രാവിലെ ഏസാവിനെ വിളിച്ചു. ഏസാവേ, അപ്പന് ഇനി അധികം നാളുണ്ടെന്ന് തോന്നില്ല. ഏതാണ്ടൊക്കെ സമയമായതിൻ്റെ മനസ്സ് പറയുന്നു, എനിക്ക് പൈതൃകമായിട്ട് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ചൊരിയാൻ പോവാണ്. ഈ ഒരു കാര്യം ചെയ്യണം. കാട്ടിൽ പോയി വേട്ടയാടി ഒരു കാട്ടുമൃഗത്തെ പിടിച്ചുകൊണ്ട് വന്ന് എന്നെ കഴിപ്പിച്ച് തൃപ്തനാക്കണം. അപ്പോൾ എനിക്ക് നല്ല അനുഗ്രഹം തരാനായിട്ടുള്ള മൂഡ് ഉണ്ടായി വരും. നിങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് ഒന്ന് പ്രാർത്ഥിച്ചേരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യം നടന്നില്ലെങ്കിൽ കാരണം മനസ്സിലായോ? പൂർവ്വപിതാവായ ഇസ്ഹാക്കിന് സ്വന്തം മകനെ പോലും അറിഞ്ഞ് അനുഗ്രഹിക്കാൻ പറ്റിയത് നല്ല കാട്ടിറച്ചി കഴിച്ചപ്പോഴാണ്. അതുകൊണ്ട് അനുഗ്രഹം ചോദിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് പൊതിയും കൂടെ ഉണ്ടെങ്കിൽ മിടുക്കന്നിരിക്കും. അത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഏസാവ് അമ്പും വില്ലുമായിട്ട് ഓടി. ഈ വർത്തമാനം ഒരു അമ്മ റബേക്ക പാത്തിരുന്ന് കേട്ടു. അമ്മ വേഗം യാക്കോബിനെ വിളിച്ചു. യാക്കോബേ, ആണ്ട്ര ചേട്ടൻ അനുഗ്രഹം മേടിക്കാൻ പോവുക. അയ്യോ അമ്മേ, അതിൻ്റെ പണിയെന്ന് ചോദിച്ചു. പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നീ കൂട്ടിക്കരേണ്ട ആട്ടുമുട്ടന്മാരെ പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. കണ്ണ് കാണാൻ മേലാത്ത ഇസ്ഹാക്കിന് ഇത് ആട്ടിറച്ചിയാണോ കാട്ടിറച്ചിയാണോ എങ്ങനെ തിരിച്ചറിയാം? വേഗം അമ്മയും മോനും കൂടെ എൻ്റെ കഴുത്തെടുത്ത് തൊലി പൊളിച്ച് വേഗം പാകം ചെയ്യുക. ഇറച്ചി വേഗം മണമൊക്കെ അടിച്ച് ഇസ്ഹാക്ക് കൊതിയും വിട്ടിരിക്കുമായിരിക്കും. വേഗം പാകം ചെയ്ത് ഈ ചെറുക്കനെ കൊടുത്ത് വിടുവാണ്. ഇറങ്ങാൻ തുടങ്ങിയപ്പം അമ്മേ, അപ്പൻ്റെ കണ്ണ് കാണാൻ വരുന്ന കാര്യം സമ്മതിച്ചു. തപ്പി നോക്കിയ സദ്യ കുഴയും. കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ ദേഹം വചനപ്രഘോഷം എന്ന അച്ഛൻ്റെ മോന്തായം പോലെ ഇരിക്കുന്നത്. ചേട്ടൻ്റെ ദേഹം ഈ തൂത്തുട്ടിലെ അച്ഛന്മാരുടെ മുഖം പോലെയാണ്. എപ്പോഴും പിടിച്ചാലും രോമമാണ്. പിടിച്ചു നോക്കിയാൽ സംഗതി കുഴയും. അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞ് അന്ന് വന്ന ആടിൻ്റെ തൊലിയും രോമമൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കെട്ടി കൊടുത്തു. ഒരു പണിയും കൂടെ ചെയ്ത് എന്നാണെന്നറിയാവോ? എന്നാന്ന് ചോദിച്ചാൽ ഏസാവിൻ്റെ ജാക്കറ്റ് പുറംകുപ്പായം അവിടെ വെറുതെ കിടപ്പുണ്ട്. എന്നും അലക്കുന്ന നമ്മുടെ തുണിക്ക് നമ്മുടെ മണമുണ്ട്. ഈ ജാക്കറ്റ് ഒരിക്കലും അലക്കാത്ത തുണിയാണ്. അതിൽ ഏസാവിൻ്റെ മണമുണ്ട്. അതുകൊണ്ട് എടുത്തിടിയിപ്പിച്ചു.
ഞാനൊരു പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ തോർത്ത് മേടിക്കും. ആദ്യ കാലത്ത് ആരുടെ തോർത്താണെന്ന് അറിയത്തില്ല. ഞാനാണ് ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ വിളിക്കേണ്ടത് ആരുടെ തോർത്താണ്? ഞാൻ ഈസി ആയിട്ട് പറയാം, കാർപ്പസാസ്യാദി കുഴമ്പിൻ്റെ മണമുള്ളത് വെളിച്ചായൻ്റെ തോർത്താണ്. കാരണം 3 മണിയായ പിന്നെ തോർത്ത് കൊടുത്ത് കുഴമ്പൊക്കെ തേച്ച് നടക്കുക. പിന്നെ വേർപ്പോണം കൂടുതലുള്ള അപ്പൻ്റെ തോർത്ത് പണിയാനൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരുടെ തോർത്ത് മണക്കേണ്ട കാര്യമില്ല. ദൂരിപ്പിടിയില്ല, അതുകൊണ്ട് കമ്പി വില പോലെയാണല്ലോ, ചവിട്ടിയാണല്ലോ മണക്കുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർ തുണിക്കും അവരുടെ മണമുണ്ട്. സംശയം തോന്നി, അടുത്തോട്ട് വന്നതെന്ന് പറഞ്ഞു. തപ്പി നോക്കിയപ്പം രോമമുണ്ട്. പിന്നെ സംശയം തോന്നി, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരാവോ എന്ന് ചോദിച്ചു. കാടാലങ്ങൾ ചെയ്ത് തക്കത്തിന് മണത്ത് നോക്കി. ഇപ്പോൾ ഏസാവിൻ്റെ മണം വന്നു. യേശാവാൻ തെറ്റിദ്ധരിച്ച് കൊടുക്കാവുന്ന അനുഗ്രഹം എല്ലാം കൊടുത്തു. ഇത് മേടിച്ചുകൊണ്ട് യാക്കോബ് പെരയ്ക്ക് വട്ടം നടക്കുക. പണ്ട് മൂത്തവരുടെ വില സാധനം പാത്ത് വെച്ചേച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ് എന്ന് പാട്ടൊക്കെ പാടി നടക്കുകയാണ്. ഏതായാലും യേശാവ് മണ്ടൻ കാട്ടുപുറത്തെ പിടിച്ചുകൊണ്ട് പാകോ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചു. വേഗം ഇറച്ചിക്കറിയാണ് അപ്പൻ്റെ അടുത്ത് ചെയ്യുന്നു. അപ്പം കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചല്ലോ. എപ്പോഴും ഇച്ചിരി മുമ്പേ? അല്ല, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞില്ലേ? അനുഗ്രഹിച്ചല്ലോ. എപ്പോഴും ഇച്ചിരി മുമ്പേ. അപ്പോൾ പണി പറ്റിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭയങ്കര അരിശം വന്നു. അങ്ങനെ ശപഥം ചെയ്തു. അപ്പന് മേലാതിരിക്കുവാണല്ലോ, ഇന്ന് നമസ്കാരം മരിക്കും. കുറേ ദിവസത്തേക്ക് വാലായ്മയുണ്ട്. ആ ദിവസങ്ങളിൽ അനിയനെ കൂടെ കൊല്ലുമെന്ന് പറഞ്ഞു. അത് ഉറക്കം പറഞ്ഞു. ഇതും അമ്മ കേട്ടു. അമ്മയ്ക്ക് പേടിയായി. അമ്മ പറഞ്ഞു, യാക്കോബേ വിട്ടുപോക്കോ, ചേട്ടന് ബോധയില്ല, കൊല്ലുമെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകും? കാരാനില്ലേ ലാബാൻ പറഞ്ഞ അമ്മാവനുണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് തന്നെ പോകണം. അല്ല, ഉഡായിപ്പിന് കയ്യും കാലും വെച്ച ആളാണ്. അത് ഞാനാണ് കാലുമേകാത്ത പെണ്ണിനെ കെട്ടിക്കാനായിട്ട് സുന്ദരിയായ അനിയത്തെ കാണിച്ച് ചേടത്തെ കെട്ടിച്ചു കൊടുത്തത്. ഏതായാലും കെട്ടുമായിട്ട് പോവുക. ഓട്ടമാണ്. പകൽ മുഴുവൻ ഓടി. സന്ധ്യയായി. മുമ്പോട്ട് പോകാൻ ആവശ്യനായി. കിടക്കാമെന്ന് പറഞ്ഞ സമതലത്തിൽ തുണിയൊക്കെ വിരിച്ച്, തലയണയൊന്നും ഇല്ലല്ലോ, ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് വന്ന് തലയ്ക്ക് വെച്ചു. ഉറങ്ങാൻ അങ്ങോട്ട് കിടക്കുകയും ക്ഷീണം കൊണ്ട് ഉറക്കം വന്നു. ഉറക്കം കണ്ടുകൊണ്ട് വരുവേം സുന്ദരമായൊരു സ്വപ്നം. യാക്കോബ് കണ്ട സ്വപ്നം എന്നാണ്? മുട്ടനൊരു ഗോവണി. അതെവിടെയാണ് കുത്തിയിരിക്കുന്നത്? ഭൂമിയിൽ. എങ്ങോട്ടാണ് ചാരിയിരിക്കുന്നത്? സ്വർഗത്തിലേക്ക്. ഭൂമിയിൽ കുത്തി സ്വർഗത്തിലേക്ക് ചാരിയിരിക്കുന്ന മുട്ടനൊരു ഗോവണി. ഈ ഗോവണിയേക്കൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് ദർശനത്തിൽ കണ്ടു. അങ്ങേ തലയ്ക്കേന്ന് ദൈവം സംസാരിക്കുന്ന ശബ്ദം യാക്കോബ് കേട്ടു. സത്യത്തിൽ ഈ ഗോവണി എന്തിൻ്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പ്രാർത്ഥനയുടെ പ്രതീകമാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക മാധ്യമം, ദൈവത്തെയും മനുഷ്യൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക മാധ്യമം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവരിലേക്കാ ദൈവത്തിന് ഇറങ്ങി വസിക്കാൻ കഴിയുന്നത്. പ്രാർത്ഥിക്കുന്നവർക്കാ ദൈവത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഏക മാധ്യമം അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വഭാവം അനുസരിച്ചുണ്ടല്ലോ ഈ ഗോവണി നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചാരും, അല്ലാത്തപ്പോൾ മറിച്ചിടും. പിള്ളേരെ പരീക്ഷ വരുമ്പം ചാരും, പരീക്ഷ കഴിയുമ്പം മറിക്കും. അങ്ങനെ കല്യാണാലോചന വരുമ്പം ചാരും, കല്യാണം ഉറച്ച് കഴിയുമ്പം മറിക്കും. കാശിന് ആവശ്യം വരുമ്പം ചാരും, ലോൺ സാങ്ഷനായി കഴിയുമ്പം മറിക്കും. ആശുപത്രി അഡ്മിറ്റ് ആകുമ്പം ചാരും, ഡിസ്ചാർജ് ആയി കഴിയുമ്പം മറിക്കും. അത് പറ്റിയാലാണ്. അതുകൊണ്ടാണ് നിരന്തരം ഈ ഗോവണി ചാരി വെക്കാൻ. സുവിശേഷങ്ങളിൽ ഇഷ്ടംപോലെ ഉപമകൾ അരുൾ ചെയ്തിട്ടുണ്ട്. ഒരു ഉപമയ്ക്ക് മാത്രം എങ്ങനെയാണ് ഉപമ വ്യാഖ്യാനിക്കേണ്ടതെന്ന് സുവിശേഷകൻ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണെന്ന് പറയാവോ? ലൂക്കായുടെ സുവിശേഷത്തിലാണ് പറയാൻ പോകുന്ന ഉപമ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതൊരു ക്ലൂ, ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. നോട്ട് ഇങ്ങനെയാണ്: ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ യേശു തമ്പുരാൻ ഈ ഉപമ അരുൾ ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഏത് ഉപമയാണ്? നീതിയില്ലാത്ത ന്യായാധിപനെ പാവപ്പെട്ട വിധവയുടെ ഉപമ. ഒരമ്മമ്മ, ഒരമ്മമ്മ, അമ്മയുടെ അപ്പാപ്പ പണ്ടേ മരിച്ചു പോയതാണ്. അയലോകക്കാരൻ ചേട്ടൻ മഹാവിരുദ്ധനാണ്. അയാൾ കപ്പയ്ക്ക് ഉടൽ കൂട്ടുമ്പോഴും ചേന നടുമ്പോഴും ഇച്ചിക്കണ്ട വെട്ടുമ്പോഴും ഒരു ചെറിയ പണി ചെയ്യും. ഓരോ തുമ്പാപ്പാടി അതിരുകളിലേക്ക് മാറ്റിയിടും. വന്ന് അമ്മാമ്മയുടെ മിറ്റം വരെയായി. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇനി ഇടപെട്ടില്ലെങ്കിൽ പെരയും കൊണ്ട് പോകും. എന്തും വരട്ടെ എന്നോർത്തോണ്ട് അമ്മാമ്മ തുണിയും ചട്ടയൊക്കെ മാറി കുണുക്കൊക്കെ ഇട്ട് ഈ ന്യായാധിപൻ്റെ അടുത്ത് ചെന്നു, സാറേ എനിക്ക് നീതി നടത്തി തരണം, പോ അമ്മാമ്മയെന്ന് പറഞ്ഞു. അമ്മാമ്മ ഇങ്ങനെ പോന്നു. ഒരു ദിവസം ഇരിയാൻ ഏറ്റു വരുമ്പോൾ അമ്മാമ്മ മിറ്റത്ത്, എൻ്റെ പൊന്നു സാറേ പോ അമ്മാമ്മയെന്ന് പറഞ്ഞു. അമ്മാമ്മയ്ക്ക് പോന്നു. പിന്നെ സിഗരറ്റ് വരണ്ട, അമ്മാമ്മ മിറ്റത്ത്, എൻ്റെ പൊന്നു സാറേ എൻ്റെ അമ്മാമ്മയെ പറ്റുകയല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പം
ഇയാൾ ആത്മകഥം ചെയ്യുവാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, എന്നാലും വേണ്ടിയല്ല ഈ അമ്മമ്മയുടെ ശല്യം തീർക്കാൻ ഇവർക്ക് ഞാൻ നീതി നടത്തി കൊടുക്കും. തൊട്ട് ഞാൻ ഈശോ ചോദിക്കുക, കണ്ടോ 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 കണ്ടോ, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത, നീതിയില്ലാത്ത ന്യായാധിപൻ ചെയ്തത് എന്തെന്ന് കണ്ടോ? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓമന മക്കൾക്ക് വേണ്ടി ദൈവം ഇത് നടത്താതിരിക്കുമോ? ചോദിക്കേ കിട്ടും, മുട്ട് തുറക്കും, അന്വേഷിക്കേ കണ്ടെത്തും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. ഇത് പറയുമ്പം നിങ്ങളുടെ മുഖം എനിക്ക് വായിച്ചറിയാം. എൻ്റെ അജോ കുറേ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്തേരം ചോദിച്ചതാ, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ. ഞാൻ എന്തേരം മുട്ടിയതാ, എനിക്കാരും തുറന്നില്ലല്ലോ. എന്തോരം അന്വേഷിച്ചതാ, ഞാൻ മാത്രം കണ്ടില്ലല്ലോ. എന്തേ നമ്മുടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തതെന്ന് എപ്പോഴെങ്കിലും മനസ്സ് തളർത്തിയാൽ ഓർക്കേണ്ട ചില വ്യക്തിത്വങ്ങളെ ഞാൻ കാണിച്ചു തരാം. മോശ ഒത്തിരി കുറവുണ്ടായിരുന്നു, എങ്കിലും തമ്പുരാൻ മോശയെ തിരഞ്ഞെടുത്ത് ഉയർത്തി, ചോദിച്ചതെല്ലാം അനുവദിച്ചു കൊടുത്തു. അവരെങ്ങോട്ട് വരുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ വടിയങ്ങ് നീട്ടാൻ പറഞ്ഞ് രണ്ടായിട്ട് മുറിഞ്ഞു. മരുഭൂമി കൂടെ പോകുമ്പോൾ ഒരു വെയിൽ, മേഘവിധാനിപ്പ് മുകളിൽ പോയി. രാത്രി കുറ്റിയിട്ട് അഗ്നിസ്തംഭം മുമ്പേ പോയി. ഭയങ്കരമായിട്ട് വിശന്ന് മരുഭൂമിയിൽ ആകാശത്തു നിന്ന് ധാരാളം കാടപ്പക്ഷിയും മന്നായും കൊഴിച്ചു കൊടുത്തു. ദാഹിച്ചു, പാറയിൽ ജലം ധാരയായിട്ട് ഒഴുക്കി കൊടുത്തു. കുറേ പേരെ പാമ്പ് കടിച്ചു. മോശയോട് പറഞ്ഞാൽ വഴിയുടെ മണ്ടയിൽ ഒരു പാമ്പിൻ്റെ തലയുണ്ടാക്കി പൊക്കി പിടിക്കാൻ പറഞ്ഞു. അത് നോക്കിയവരൊക്കെ ആൻറ്റിവനം കുത്തിവെച്ച പോലെ രക്ഷപ്പെട്ടു. ആ വടി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ മെഡിസിറ്റി കൊണ്ടുപോയാൽ ഇന്ന് എളുപ്പമായിരുന്നു. ഈ പാമ്പ് കടി കാണിച്ചാൽ മതിയായിരുന്നു. ചോദിച്ചതെല്ലാം അനുവദിച്ചു. ഒരു കാര്യം മാത്രം മോശ സ്വന്തമായിട്ട് ചോദിച്ചു. എന്നതാ? 40 വർഷമായിട്ട് ഈ മനുഷ്യരുടെ ചീത്തയും വഴക്കും എല്ലാം കേട്ട് ഈ മരുഭൂമി കൂടെ അലയുക. എന്തിനു വേണ്ടിയിട്ടാണ്? തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുക. എനിക്കവിടെ കാല് കുത്താൻ ഭാഗ്യം തരണം. അനുവദിച്ചോ? നേബോ എന്ന് പറയുന്ന മലയുടെ മണ്ട കയറ്റി നിർത്തി ചൂണ്ടി കാണിച്ചു കൊടുത്തു. അവിടെ മരിച്ചു പാവം മോശ. പോട്ട് ദാവീദ് 10-12 വയസ്സുള്ളപ്പം ഒരിഞ്ചും പിടിച്ച് ആട്ടിനെ തെറ്റി നടന്ന ദാവീദാണ്. അവനെ തമ്പുരാൻ സ്വീകരിച്ച് അവനെ നല്ല സുന്ദരനാക്കി, അറിവ് കൊടുത്തു, അധികാരം കൊടുത്തു, കൃപയ്ക്ക് മേൽ കൃപ. ചോദിച്ചതെല്ലാം അനുവദിച്ചു. ഒരു കാര്യം ദാവീദ് സ്വന്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ദാവീദിന് ബേത്ശബയിൽ പിറന്ന ഒരാൺകുഞ്ഞ്, ആ കുഞ്ഞിനെ വലിയ ഇഷ്ടമായിരുന്നു. ആ കുഞ്ഞ് ചെറുതായിരിക്കുമ്പം ഇവരുടെ രോഗത്തിൽ പെട്ടു. ഈ കുഞ്ഞിൻ്റെ ആയുസ് നീട്ടിത്തരണേന്ന് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. അനുവദിച്ചോ? ആ കുഞ്ഞകാലത്തിൽ മരിച്ചുപോയി. പോട്ട് പൗലോസ് യേശുതമ്പുരാനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഈ ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടവാൻ നെട്ടോട്ടോടിയ പൗലോസ് എന്തുമാത്രം അത്ഭുതം പ്രവർത്തിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ വചനപ്രഘോഷണമെല്ലാം അടയാളങ്ങളുടെ തമ്പുരാൻ സ്ഥിരീകരിച്ചു കൊടുത്തു. ഒരു കാര്യം സ്വന്തമായിട്ട് ചോദിച്ചു. എന്നതാ? എങ്ങാണ്ടൊരു മുള്ള ഇരിപ്പുണ്ട്. എന്നതാ ഈ മുള്ളെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പഠിത്തമുള്ള പലരോടും ചോദിച്ചു, അവർക്കും അറിയത്തില്ല. ചില പറയുന്നത് അത് പ്രലോഭനമാണ്, വയറ്റിലെ അതോ അസുഖമാണോ, സഭയിലെ മുറിവാണോ, എന്തെങ്കിലും ആവട്ടെ. ശ്ലീഹായെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി ഏതോ ഒരു കാരണം. അത് മാറിപ്പോണേന്ന് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമ്മൾ എന്നാ പറഞ്ഞത്? മുള്ള അവിടെ ഇരുന്നോട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി. പോട്ടെ, മോശ പോട്ടെ, ദാവീദ് പോട്ടെ, പൗലോസ് പോട്ടെ, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാ എൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച ഏകജാതൻ അമൽകുമാരൻ യേശുതമ്പുരാൻ. അവൻ പിതാവിന് ചോദിച്ചതെല്ലാം അനുവദിച്ചു. ഒരു കാര്യം സ്വന്തമായിട്ട് ചോദിച്ചു. ഗെത്സമേൻ തോട്ടത്തിൽ മാനസിക സംഘർഷം മൂർച്ഛിച്ചിട്ട് വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് ഇറ്റിറ്റ് വീഴുമ്പം, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോണം, മാറ്റിയോ? അവസാന തുള്ളി വരെ അവൻ കുടിച്ചോട്ടനെ പറഞ്ഞു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. സത്യത്തിൽ പ്രാർത്ഥനയുടെ ഉള്ളടക്കവും ഉദ്ദേശ്യവും ഈ വചനത്തിലുണ്ട്. എന്താ പ്രാർത്ഥനയെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് എന്നെ സംബന്ധിക്കുന്ന പദ്ധതി അത് തിരിച്ചറിയാൻ, അതിനിൽ നിർവഹിക്കപ്പെടാൻ. ഇതെൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോഴും അറിയിച്ച പിതാവിൻ്റെ മാതൃക നമുക്കറിയാം. ഈ സ്ത്രീയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഉറങ്ങാൻ പോയത് അവനെ വെളിപ്പെടുത്തി, അരുത്, അവളുടെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. എൻ്റെ ഉദ്ദേശങ്ങൾ മാറ്റിവെച്ചേച്ച്, പദ്ധതി മാറ്റിവെച്ചേച്ച് ദൈവം വെളിപ്പെടുത്തി ഇതിനെ സ്വീകരിച്ച യോസേപ്പിൻ്റെ മാതൃക ആണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ
ഭൂമിയിൽ എന്നെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയാൻ, അതെൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോഴും ദൈവിക പദ്ധതിയെ പൂർത്തിയാക്കാനുള്ള മനസ്സ്, അതിനുള്ള സാധ്യത, കഴിവ്, അത് പ്രാർത്ഥനയുടെ ഉദ്ദേശം ഉള്ളടക്കവും. ഈ പ്രാർത്ഥന നിരന്തരമാവാൻ, ഒരിക്കലും ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ, വിട്ടുപോകാതെ മുറിയാത്ത പ്രാർത്ഥനയുടെ സംസ്കാരം, എ കൾച്ചർ ഓഫ് പ്രെയർ, അത് ദൈവവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധമാണ്. വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും ബന്ധമാണ്. ഒരിക്കലും മുറിയാത്ത ഈ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ, പ്രത്യേകിച്ച് കുടുംബ സാഹചര്യങ്ങളിലൂടെ ഇത് പച്ചയായിട്ട് അനുഭവവേദ്യമാകാൻ ഇടയാവണം. ഈ പ്രാർത്ഥനകൾ പലതുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് വിശുദ്ധ കുർബാനയുടെ അർപ്പണമാണെന്ന് നമുക്കറിയാം. ഏറ്റവും പരമമായ ആരാധന. ഇതൊക്കെ വിശദീകരിക്കാൻ നേരെ ഇല്ലാതെ കടന്നു പോവുകയാണ്. കുടുംബജീവിതക്കാരെ സംബന്ധിക്കുന്ന സുപ്രധാനമായ രണ്ടാമത്തെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന, ഒരു ചൊല്ലുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കും. ദ ഫാമിലി വിച്ച് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ എന്ന് പറഞ്ഞില്ല. ഞാൻ എത്രയോ കുടുംബങ്ങൾ വേർപെട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ ഞാൻ കോടതി ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ നിയമത്തിനനുസരിച്ച് ചോദിക്കേണ്ട ചോദ്യമല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്ന് ആദ്യം പറയും. വിസ്തരിക്കുന്ന സമയത്ത് ഞാനൊരു മുഖഭാവം മാറ്റിയിട്ട് ശബ്ദം മാറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. ഇന്ന് വരെ പിരിയാമതൊരൊറ്റ കുടുംബത്തിൽ നിന്ന് അച്ഛാ ഞങ്ങൾ പ്രാർത്ഥിച്ചതാ ഒരുമിച്ച്, എന്നിട്ടും പൊളിഞ്ഞച്ചാന്ന് ഞാൻ കേട്ടിട്ടില്ല, കേൾക്കുമെന്ന് ഞാനോട്ട് കരുതുന്നുമില്ല. ഒരനുഭവ സാക്ഷ്യം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിൽക്കും. എൻ്റെ പൊന്നു സഹോദരരെ, പണ്ട് നമ്മുടെ വീടുകളെ തിരിച്ചറിഞ്ഞിരുന്നത് സന്ധ്യാമണി മുഴങ്ങുമ്പം പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്ന കുടുംബങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നായിരുന്നു. ഇന്നോ പല കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഇത് മുടങ്ങിപ്പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എൻ്റെ പൊന്നു സഹോദരരെ, ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. ആരുടെയെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നാളെയല്ല ഇന്ന് അത് പുനരാരംഭിക്കണം. ഞാൻ മലയാള മനോരമ പത്രത്തിൽ മലബാറിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിൽ 65ാമത്തെ വാർഷികം, അപ്പൻ്റെ അമ്മയുടെയും കല്യാണം. 65ാം വാർഷികം, 13 മക്കളുണ്ട്. 2 പേര് അച്ഛന്മാരാണ്, 2 പേര് സിസ്റ്റേഴ്സാണ്. 9 പേര് കല്യാണം കഴിച്ചതാണ്. ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും കല്യാണം കഴിച്ച 9 പേരും 13 മക്കളും വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ. പണ്ട് മലബാറിന് കയറിയൊരു വീട്ടിൽ 13 മക്കളെ പഠിപ്പിച്ച് കയറ്റിയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണത്. മക്കളെല്ലാം കൂടെ കൊച്ചുമക്കളെ വലിയ കൂട്ടമാണ് ഒരുമിച്ച് കൂടി. പത്രക്കാരുണ്ടായിരുന്നു. അവർ കാർന്നോട് ചോദിച്ചാൽ എന്നാ പറയാനുള്ളത്? കാർന്നോട് പഴയ സാഹസികതയൊക്കെ പറഞ്ഞു. കടുവായെ പിടിച്ചു, ആനയെ പിടിച്ചു ഒക്കെ പറഞ്ഞു, പുലിയെ പിടിച്ചു, കുരങ്ങിനെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചിയോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ചോദിച്ചു, എനിക്കൊന്നും പറയാനില്ല. അവസാനം നിർബന്ധിച്ച് അമ്മച്ചി പറഞ്ഞു, ഈ 65 വർഷത്തിനകത്ത് ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. 65 വർഷത്തിനകത്ത് ഒരിക്കൽ പോലും. 13 പ്രസവം നടന്ന വീടാന്ന് ഓർത്താൽ ആശുപത്രി ഒന്നുമില്ലല്ലോ. 2 പട്ടം വെച്ചതാണ്, 2 ഉടുപ്പിടിയിൽ വെച്ചതാണ്, 9 കല്യാണം, 10 കല്യാണം വെച്ചതാ. അതൊന്നും ആ കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായില്ല. 6.5 കൊല്ലക്കാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ചോണയുണ്ടോ പറയാൻ? ഈ 6.5 കൊല്ലത്തിനകത്ത് ഒരു 10 പ്രാവശ്യത്തേക്ക് കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ലെന്ന്. നിസ്സാര കാര്യങ്ങൾക്ക് മുടങ്ങുന്നുണ്ട്. ഇത് സത്യമാണ്. ഇത് പള്ളിയിലിരിക്കുന്ന അച്ഛന്മാർക്ക് തിരിച്ചറിയാം. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയായിട്ട് അറിയാവോ? ഇച്ചിരി ബോധമുള്ള അച്ഛൻ 6 മാസം പള്ളിയിൽ ഇരുന്നത് കണ്ടുപിടിക്കാം. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടവകയിലൊക്കെ ഒത്തിരി പേര് NRI ഉണ്ട്, പുറത്ത് ജോലി ചെയ്യുന്നവർ. അവർ അവധിക്ക് വരുമ്പോൾ അച്ഛന്മാർക്ക് 2 സാധനം കൊണ്ടു തരുന്നത്. നല്ല പെർഫ്യൂം കൊണ്ടു തരും. നാട്ടുകാർക്ക് അച്ഛനെ വേർപ്പണം ഉണ്ടാകേണ്ടെന്ന് ഓർത്തുകൊണ്ടാണ്. നല്ല ഒറിജിനൽ ഫോറിൻ ചോക്ലേറ്റ് കൊണ്ടു തരും. ഇതെല്ലാം തിന്നാൻ അച്ഛനെ കൊണ്ട് പറ്റുകയില്ല. ഇത് പാകത്ത് വെക്കണം. എന്നിട്ട് ഈ പ്രാർത്ഥന ഉണ്ടോയെന്ന് സംശയമുള്ള വീട്ടിലെ പിള്ളേരെ നോക്കി വെക്കണം. സൺഡേ സ്കൂളിൽ വരുമ്പം എൻ്റെ മാനി ഇങ്ങോട്ട് വന്നേ, കഴിഞ്ഞ ഹാപ്പി ബർത്ത്ഡേക്കില്ലേ ഒരു ചോക്ലേറ്റ് തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് 2 ഫോറിൻ ചോക്ലേറ്റ് ഒരുമിച്ച് അങ്ങോട്ട് തീറ്റിക്കണം. 2 കൈ പിടിക്കാണ്ട് കൊടുക്കണം. ഈ 4 ഫോറിൻ ചോക്ലേറ്റ് കൈ കിട്ടി ഇവൻ അന്തം വിട്ടാണ് നിൽക്കുന്നത്. തിന്നോണ്ടിരിക്കുമ്പോൾ ചോദിക്കണം, മാനെ ഇന്നലെ വീട്ടിൽ ആരുടെ കുരിശ് വരച്ചത്? ഇല്ലച്ചാ, ഞങ്ങളുടെ വീട്ടിൽ ഇല്ലച്ചാ. ഉള്ള സത്യം കൊച്ചിങ്ങോട്ട് പറയും. ഇത് കണ്ടുപിടിക്കാനുള്ള വഴി. ഒത്തിരി വീട്ടിൽ ഇത് മുടങ്ങുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. എൻ്റെ പൊന്നു സഹോദരരെ, ഇതിനിടവരുത്തരുത്. ഇല്ലാത്ത വീട്ടിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കേ. നാളെ 10 ആകും, 15 ആകും. പ്രത്യക്ഷമായിട്ട് നമുക്കിതിൻ്റെ ഫലം നേരിട്ട് അനുഭവിക്കാൻ ഇടയാവും. പിന്നെ അവസാന സമയമാകുമ്പം കത്തോലിക്ക വീടുകളിലുള്ളവരൊന്നും എനിക്കറിയാം. കത്തോലിക്ക വീടുകളിലെ പ്രാർത്ഥന അവസാനത്തൊരു പ്രാർത്ഥനയുണ്ട്. എത്രയും തീയുള്ള മാതാവേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. മാതാവിനൊരു പ്രാർത്ഥന അത് അവസാനത്തെയാണ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന അതാ. അത് കഴിഞ്ഞാൽ അന്നേരം കഞ്ഞി കിട്ടും. പിള്ളേർ ഈ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുമ്പം
നിങ്ങൾ ബോധപൂർവം ചെയ്യണം. അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് പിള്ളേർ കാത്തിരിക്കുമ്പം നിങ്ങൾ രണ്ടും കൂടെ മുറിയുടെ നടുക്കോട്ട് ഇറങ്ങി നിൽക്കണം, കൈ ചേർത്ത് പിടിക്കണം. മക്കൾ കാണട്ടെ, അപ്പായും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടയും വഴക്കൊക്കെ ഉണ്ടാക്കിയാലും പ്രാർത്ഥനയുടെ സമയത്ത് കൈ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മക്കൾ കാണട്ടെ. എന്നിട്ടോ ഉറക്കെ പറയണം, എൻ്റെ യേശു തമ്പുരാനെ, എനിക്ക് അപ്പുക്കുട്ടനെ തന്നതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. മിടുക്കം കൊച്ചാ, പക്ഷേ ഈ ഇടയായിട്ട് എന്തോ ഒരു ഉടായിപ്പ് തുടങ്ങിയോന്ന് എനിക്ക് സംശയം. എൻ്റെ കൊച്ചിനെ കാത്തോണേ എന്ന് ഉറക്കെ പറഞ്ഞേച്ച് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ പറഞ്ഞു പറയൂ, ഒരു തൃത്വസ്തുതി അങ്ങോട്ട് ചെല്ലേ. എൻ്റെ യേശു തമ്പുരാനെ, ഈ അമ്മക്കുട്ടിയെ തന്നതിനൊക്കെ നന്ദി പറയുന്നു, സുന്ദരിയാ, മിടുക്കിയ, പക്ഷേ ഈ ഇട ഞാൻ വല്ലതും പറയുമ്പോൾ ഒരു നോട്ടവും ഒരു മൂളിച്ചയും എനിക്ക് പേടിയാവുക. എൻ്റെ കൊച്ചിനെ കാത്തോണേ എന്ന് പറഞ്ഞേച്ച് ഉറക്കെ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ പറഞ്ഞു പറയൂ, ഒരു തൃത്വസ്തുതി അങ്ങോട്ട് ചെല്ലിക്കേ. ആദ്യത്തെ ദിവസം അപ്പക്കുട്ടനും അമ്മക്കുട്ടിയും കൂടെ ആന്ന് ചിരിക്കും, രണ്ടാമത്തെ ദിവസം ചിന്തിക്കും, മൂന്നാമത്തെ ദിവസം കൂടെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മധുരിക്കുന്ന ഓർമ്മ ഇതാകും. ഒരു സംശയം വേണ്ട. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പറയാം. ഞാൻ സെമിനാരിൽ പോയപ്പം എൻ്റെ മൂത്തവർ എന്നോട് പറഞ്ഞു, നീ ചാടി പോരുമെന്ന് പറഞ്ഞു. ഞാൻ ചായ എന്നാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ 5 മക്കളിൽ അവസാനത്തെ ആളാണ്. എനിക്കൊരു കുഞ്ഞ് ബലഹീനത ഉണ്ടായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ, അമ്മയില്ലാതെ ഞാൻ ഒരിടത്തും പോയി കിടക്കുകയില്ല. പോകാം, കിടക്കണമെങ്കിൽ അമ്മ വേണം. സെമിനാരിൽ അമ്മയെ കൊണ്ടുപോകാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് അമ്മയെ കാണാൻ ഞാൻ നിൽക്കുകയെന്ന് ചേട്ടന്മാർക്കറിയാം. അതുകൊണ്ടാണ്. എന്നാൽ എനിക്ക് എങ്ങനെയും അച്ഛനാകണമെന്ന് ഭയങ്കര ആഗ്രഹം. 15 വയസ്സുള്ള ഞാൻ ഗ്രാമപ്രദേശത്ത് പറഞ്ഞത് സാധാരണ വീട്ടിൽ വളർന്ന പോരെങ്കിലൊന്നും നിന്നിട്ടൊന്നും ഇല്ല ഞാൻ. എന്നാലും ഞാൻ സെമിനാരിൽ പോയി. ആദ്യത്തെ ഒരാഴ്ച വലിയ കുഴപ്പമില്ല. രണ്ടാമത്തെ ആഴ്ച അവിടുത്തെ ഈ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറി വരും. കരയാൻ പാടുണ്ടോ? അണക്കേടാവും. അപ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ, മൂത്രമൊഴിക്കാൻ പൊക്കോട്ടെ അനുവാദം മേടിച്ച് ടോയ്ലറ്റിൽ കയറിയിട്ട് കുറ്റിയിട്ടേച്ച് 2 ഏങ്ങലടിച്ചങ്ങോട്ട് കരയും. ഇനി ഒരാഴ്ചത്തേക്ക് വലിയ കുഴപ്പമില്ല. ഞാനോർത്ത് എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളതെന്നാണ്. ഒരു ദിവസം ഏങ്ങലേക്ക് ഇടയ്ക്ക് ശ്വാസം വിടാൻ വേണ്ടി നിർത്തിയപ്പം അപ്പുറത്തെ ബാത്റൂമിൽ ചങ്കയിലടിക്കുന്ന ഒച്ചയാണ്. ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. പിള്ളേരല്ലേ, നാട്ടിൻ പ്രദേശങ്ങളിൽ വളർന്നതാണ്, അച്ഛന്മാർക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ 1 ദിവസത്തേക്ക് വീട്ടിൽ വിട്ടു. പൊക്കോളാൻ പറയുമ്പോൾ ഓടി വീട്ടിൽ പോയി. അത് വെല്ലിച്ചാച്ചൻ വീട്ടിലുള്ള കാലമാണ്. നീളുള്ള കുരിശ് വരിക, 1.25 മണിക്കൂർ നേരെ കുരിശ് വരയ്ക്കണം. പ്രശ്നമില്ല. എനിക്ക് സെമിനാരിൽ ചേർന്ന് സുഖമായി. അവിടെ 1/2 മണിക്കൂറേ കുരിശ് വരെയുള്ളൂ. ഈ ചെല്ലി ഇതിന് അവസാനത്തെ സമയമായപ്പം 19 വയസ്സുള്ള ഞങ്ങളുടെ ചാച്ചൻ അങ്ങോട്ട് മുട്ടുകുത്തിയിട്ട് ആകാശിക്കുന്ന ബാബ അതിൻ്റെ നാമം ശതമാക്കും, എൻ്റെ രാജ്യതം പറഞ്ഞു. പിന്നെ 3 സ്വർഗ്ഗസ്ഥനായ പിതാവേയും 3 നന്മ പറഞ്ഞു പറയൂ, 3 തൃത്വസ്തുതി. ഞാൻ പോകുമ്പോൾ ഇതില്ലായിരുന്നു, പുതുതായിട്ടുണ്ടായതാണ്. അന്നേരം ഒന്നും മിണ്ടത്തില്ല. ഈ കുരിശേരയും കഴിഞ്ഞ് സ്തുതിച്ച് കഴിഞ്ഞാൽ ചേട്ടന്മാരോട് ചോദിച്ചു, ഇതിനെ പുതിയ ഒരെണ്ണം മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. അത് നീ സെമിനാരിൽ ചാടി പോരാതിരിക്കാൻ വേണ്ടി വെല്ലിച്ചാച്ചൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത്. സത്യം പറയാലോ, സെമിനാരിൽ പഠിക്കുന്ന കാലത്തും അച്ഛനായ ശേഷവും ഏതെങ്കിലും വേദന വരുമ്പം ആദ്യം മനസ്സിലോടി വരുന്ന ആശ്വാസം, ഒന്നും പേടിക്കണ്ട, വെല്ലിച്ചാച്ചനും അമ്മയും ചാച്ചനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ വലിയ ധൈര്യമാണ്. അവരെല്ലാം മരിച്ചു സ്വർഗത്തിലായി. എപ്പോഴും പ്രാർത്ഥിക്കണം, എനിക്കറിയാം. എനിക്ക് വലിയ ശക്തിയാണ്. അതെൻ്റെ മാത്രം കാര്യമല്ല, നിങ്ങളുടെ മക്കൾക്കും ഈ ഒരു കോൺഫിഡൻസ്, കരുത്ത് കൊടുക്കാൻ ഒരു വീട്ടിലെ സാഹചര്യം, ഒരു അന്തരീക്ഷം. ഇപ്പോൾ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് അലിയും. നമുക്ക് തമ്പുരാൻ്റെ ഒരു സാന്നിധ്യത്തെ അനുഭവിക്കുന്നൊരു വേദി ഓരോ ദിവസവും കുടുംബത്തിൽ ഒരുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നോട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുതിയൊരു വർഷം തുടക്കത്തിന് കാരണമാവട്ടെ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മനുഷ്യരാ, നമ്മളാരും പൂർണ്ണരൊന്നുമല്ല, കൊണ്ടാവാം. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ തമ്പുരാൻ്റെ സ്പർശമില്ലാത്ത മേഖലകളുണ്ടെങ്കിൽ ശുദ്ധീകരിക്കാൻ, കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ, കുടുംബത്തെ ദൈവാനുഭവത്തിൻ്റെ വേദിയായിട്ട് മാറ്റാൻ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തമ്പുരാൻ തിരുമുമ്പിൽ നിൽക്കുമ്പം നമ്മൾ ആരും കേമന്മാരല്ല, കേമിമാരുമല്ല. തമ്പുരാൻ നമുക്ക് വഴി കാണിക്കും. അവിടുത്തെ പ്രകാശത്തിൽ തിരുത്താൻ, മെച്ചപ്പെടുത്താൻ, തമ്പുരാൻ്റെ കൃപയിൽ വളരാൻ, നമ്മൾ ജനിപ്പിച്ച് വളർത്തുന്ന മക്കളെക്കുറിച്ച് അഭിമാനിക്കാനായിട്ട് നമുക്കിടയുണ്ടാവണം. എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ കോടതി ജോലി ചെയ്യുന്ന കാലത്ത് പള്ളിയില്ല. അപ്പോൾ എല്ലായിടത്തൊക്കെ ചുമ്മാ പ്രസംഗിക്കാനൊക്കെ പോവും. ആ കെയറോപ്പിൽ ആൾക്കാർ ചിലപ്പോൾ സംസാരിക്കാനായിട്ട് വരും. അങ്ങനെ സംസാരിക്കാൻ വരുമ്പം അവരോട് നേരത്തെ കൂടി ഫോൺ വിളിച്ച് ചോദിക്കും, അച്ഛനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കലും ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ കിട്ടി. അതിനെ കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചൊരു ഭാര്യയും ഭർത്താവും കൂടിയാണ്. 2 പേരും വിളിച്ചാൽ പിരിയാനുള്ള കേസല്ലെന്നുള്ള തീർച്ച, പിരിയാനുള്ള ഒരാളെ വിളിക്കുകയുള്ളൂ. പിറ്റേ ദിവസം ഈ കോടതി ഇല്ലാത്ത ദിവസമാണ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ 9:30 വരാൻ അവർക്ക് സമയം അനുവദിച്ചു. അവർ വിളിച്ച് 1/4 മണിക്കൂർ കഴിഞ്ഞപ്പം വേറൊരു കൂട്ടർ എന്നെ വിളിച്ചു. ചിലപ്പോൾ പ്രായമുള്ളവരാണ്, ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞാൻ സമയം അനുവദിച്ചു.
പിറ്റേ ദിവസം രാവിലെ ഞാൻ 9:30 എന്ന് പറഞ്ഞാലും 9 മണി ആയപ്പോഴേ എൻ്റെ ആദ്യത്തെ കൂട്ടർ വന്നു. 10-38 വയസ്സുള്ളൊരു പുരുഷൻ, അതിനടുത്ത് പ്രായമുള്ളൊരു സ്ത്രീ, വലിയ കനമുള്ള മുഖം കൊണ്ടാണ്, ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നുള്ള ഒറ്റ കാഴ്ച തിരിച്ചറിയാം. അവർ വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് വലിയ സങ്കടം. കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, മക്കളില്ല, വലിയ വേദനയാണ്. ബ്രഹ്മചര്യം കാത്ത ഒറ്റത്തടിയായിട്ടിരിക്കുന്ന എന്നോട് വന്ന് മക്കളില്ലെന്ന് പരാതി പറഞ്ഞ് ഞാൻ എന്നാ പറയാനായിട്ട്? എന്നാലും എനിക്കറിയാവുന്ന സമാധാനമൊക്കെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ സമയം പ്രാർത്ഥിച്ചു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പാവങ്ങൾ തിരിച്ചുപോയി. അവരുടെ മുഖമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അവർക്ക് മക്കളുണ്ടായോ, ആശ്വാസം കിട്ടിയോ, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ രണ്ടാമത്തെ കൂട്ടര് ഉച്ച കഴിഞ്ഞ് വന്നു. 3 മണിയായപ്പം 10-67 വയസ്സുള്ളൊരു അപ്പാപ്പൻ, അടുത്ത് പ്രായമുള്ളൊരു അമ്മച്ചി, അവർ വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒടേ തമ്പുരാനെ, രാവിലെ വന്നിച്ച് പോയവർ എന്തോ ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യരാണെന്ന് എനിക്ക് മനസ്സിലായത്. ഉച്ച കഴിഞ്ഞ് വന്നവരുടെ പ്രശ്നം മക്കളില്ലെന്നുള്ളതല്ല, ഉണ്ടായിപ്പോയെന്നുള്ളതാണ്. ആ അമ്മാമ്മ എന്നോട് ചോദിക്കുക, അച്ഛാ ചെകുത്താൻ എങ്ങനെ എൻ്റെ വയറ്റുണ്ടായത്? എനിക്കറിയാം. ഞാൻ പറഞ്ഞു അപ്പാപ്പനോട് ചോദിക്കുക, എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി മക്കളില്ല എന്നുള്ളത് വലിയ ദുഃഖമാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് കുത്തിപ്പറിക്കുന്ന വേദനയാണ് ഉണ്ടായിപ്പോയല്ലോ എന്നുള്ള വേദന. ഇവൻ്റെ അപ്പനാകേണ്ടി വന്നല്ലോ, ഇവിടെ അമ്മയാകേണ്ടി വന്നല്ലോ എന്നുള്ള വേദന, അതാണ് ഏറ്റവും വലിയ വേദന. അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ എല്ലാവരും പറയും പ്രസവ വേദനയാണ്, പേറ്റുന്നതല്ല അച്ഛാ വേദന, അത് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ തീർന്നു പോവും, മരുന്ന് കുത്തി വെച്ചാൽ മതി, വേദന അറിയല. പക്ഷെ പെറ്റുപോയല്ലോ എന്നുള്ള നോവ് അത് മരണം വരെ നിൽക്കുന്നതാണ്. ഈ ഒരു വേദന, മക്കളുടെ അപ്പനാകേണ്ടി വന്നല്ലോ, അമ്മയാകേണ്ടി വന്നല്ലോ എന്നുള്ള വേദന ആരും അനുഭവിക്കാൻ ഇടയാവരുത്. അനുഭവിക്കാതിരിക്കണമെങ്കിൽ ചില മുൻകരുതലുകൾ എടുക്കണം. ആ മുൻകരുതലുകളെക്കുറിച്ചാണ് സക്കേവൂസിൻ്റെ കഥയുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബങ്ങളെ ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ, ദൈവിക സംസ്കാരത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാൻ ഒരു പുതു സംസ്കാരത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. അതിനുവേണ്ടി അവിശ്രാന്തമായിട്ടുള്ള പരിശ്രമം നടത്താൻ തമ്പുരാൻ്റെ വാക്കിൽ നമുക്ക് അഭയം തേടി അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം